4 തുടങ്ങി പല ഫോൺ കോളുകളും എനിക്ക് വന്ന് ബ്രദറെ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അതികഠിനമായ മഴയാണ്, വരുവാനായിട്ട് സാധിക്കത്തില്ല, ദയവായി ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ സ്വന്തം താമസിച്ചാലും കുഴപ്പം, 7 മണിയെ ക്ലാസ് തുടങ്ങത്തുള്ളൂ, പാട്ടിന് മുമ്പ് തുടങ്ങും. എങ്കിലും ഞങ്ങൾ പ്രതീക്ഷയിൽ കൂടുതൽ ദൈവജനം ഇന്ന് കടന്നു വന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ നിലയിൽ ഞാൻ ഓർക്കുകയാണ്, പലരെ മുഖങ്ങൾ കാണുന്നു. തങ്കാവ് മുതൽ ഇരമക്കാട് മുതൽ ഇങ്ങോട്ടുള്ള പാടിമണ്ണ്, മുക്കൂർ, പെരുമുക്കൂർ, ഇത്രയിടയിലുള്ള സഭകളിൽപ്പെട്ട ദൈവങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കുമ്മനാട് സഭയുടെ മീറ്റിംഗ് പോലും ക്യാൻസൽ ചെയ്തുകൊണ്ട്, ഇന്നും ബുധനാഴ്ച അവർക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ ക്യാൻസൽ ചെയ്തുകൊണ്ട് അവിടെയുള്ള സൗരസോരന്മാരും നേഴ്സ് റൂമില് പ്രായത്തിനെ പറ്റി വലിയ കഴിഞ്ഞുള്ള പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വന്നിട്ടുണ്ട്. കടന്നു വന്ന ദൈവദാസന്മാരെ, എൽഡേഴ്സ്, അന്നിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകിച്ച് ഈ കുരുവിലേക്ക് സ്വാഗതം ചെയ്യുകയുമാണ്. ഇന്ന് ഞാൻ ഓർപ്പിച്ചതുപോലെ വളരെ അനുഗ്രഹപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രിയ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പ്രിയ ചാമക്കുളച്ചായൻ തെക്കസമുദ്രനെ കടന്നു പോകാൻ തക്കവണ്ണം ഇടയായി. ഉച്ചയ്ക്ക് എന്നെ വിളിച്ചു, ആളുകളൊക്കെ എങ്ങനെ വരും, ഞാൻ ആളുകൾ വരും, മാനുഷികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വലുവിനായ ദൈവം കൂടി വരുത്തും. ഞങ്ങളെ പ്രതീക്ഷയിൽ കൂടുതൽ ജനദൈവനം പിന്നെ കടന്നു വരുവാൻ ഇടയായി. ഈ പ്രതികൂല കാലാവസ്ഥ നടുവിലും കടന്നു വന്ന അയൽവക്കാരെ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ഞാൻ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പേ തൃശ്ശൂർ ഒരു സഹോദരൻ വിളിച്ചു, നമ്മുടെ ആളല്ല, മെഡിക്കോസ് വിശ്വാസിയാണ്, ഇന്ന് തന്നൊരു ഹിന്ദുവോ, എന്നെ വിളിച്ചു ചോദിച്ചു നിങ്ങളുടെ ആ ബൈബിൾ ക്ലാസിനെ കുറിച്ച് അറിയാൻ ഇടയായി, അതെങ്ങനെയെങ്കിലും ലൈവ് യൂട്യൂബിൽ ഇട്ട് തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നൊന്ന് വിളിക്കാം, ഞങ്ങൾ ക്രമീൻ ചെയ്യുന്നു. ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു ലൈവായിട്ട് ഫേസ്ബുക്കിൽ പോകുന്നുണ്ട്, പിന്നീട് എന്റെ ക്രമീനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. ദേവദാസ അത് ഏറ്റവും പ്രയോജനമാണ്, അതൊന്ന് ചെയ്തു തരുന്നത് നല്ലതായിരിക്കും, എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ദൈവജനം പഠിക്കുവാൻ ധാരാളം പ്രിയപ്പെട്ടവരെ ആഗ്രഹിക്കുന്നുണ്ട് ഈ പ്രതികൂലങ്ങൾ നടുവിലും. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ബന്ധപ്പാടൊക്കെ സഹിച്ച് ഇന്ന് കടന്നു വന്ന എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഈ സമയമൊന്നും നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ ദാസന് ആവശ്യമായ സമയം ലഭിക്കണം. ദൈവജനം പഠിക്കുവാനായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അതിൽ ഇന്നത്തെ കൂടുതൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ട. ദൈവദാസനെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല. ഞാനത് പരിചയപ്പെടുത്തിയാൽ അത് അറിയപ്പെട്ടായി തീരും. അതിലേക്കൊന്നും ഞാൻ കടപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവരെയും ഒരിക്കൽ കൂടെ കർത്താവ് ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയുമാണ്. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി 2 കൃതദാസൻ മുമ്പോട്ട് കടന്നുവന്ന് ചുരുക്കമായി പ്രാർത്ഥിക്കുന്നതും അതിനെ തുടർന്ന് പ്രിയ ചാടപ്രചാരൻ ദൈവത്തിനോടത്തിന് വേണ്ടി ആ ക്ലാസിന് വേണ്ടി സമയം വേർതിരിക്കുകയുമാണ്. കർത്താവിനെ സഹായിക്കട്ടെ. എരുമക്കാടിൽ നിന്ന് കടന്നു വന്ന പ്രിയ GM തോമച്ചായനും തടിയിൽ നിന്ന് കടന്നു വന്ന പ്രിയ ഷാജി മജൻ മുമ്പോട്ട് കടന്നു വന്ന് ഈ ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനെ തുടർന്ന് പ്രിയ കർത്താവിന്റെ ദാസൻ ദൈവവചന പഠനത്തിന് വേണ്ടി സമയം എടുക്കുന്നതായിരിക്കും. പഠിപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസേനയിലായിരിക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്തുതിപിതാവേ, ഈ നല്ല സ്തുതിയായ യാമത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഞങ്ങൾ ഓർത്തുപോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അടിക്കുന്ന ഈ വിഷയത്തെ പ്രാർത്ഥന ഓർത്തുകൊണ്ടിരുന്നു. ഇന്ന് രാവിലെ സമയം ഞങ്ങൾ പ്രത്യേകിച്ച് കൂടി വന്ന ഈ വിഷയം പ്രാർത്ഥിക്കുവാൻ അവിടെ ഇടയാക്കി. കർത്താവെ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഇത്രയും ദൈവത്തെ അവിടുന്ന് ഈ ആലയത്തിൽ കൂട്ടിയെടുക്കാനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഗോസ്പൽ മ്യൂസിക്കേഴ്സിന്റെയും വെള്ളിക്കുളം പ്രവൻ ചർച്ചിന്റെയും കർത്താവെ ഒരുമിച്ചുള്ള ഈ പ്രവർത്തനത്തെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവിന്റെ വേദദാസനെയും ഇന്ന് രാത്രികാലം അവിടെ സൗഖ്യത്തോടും ക്ഷേമത്തോടും കൂട്ടിയിരുത്തി കർത്താവെ ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന പോലെ ദൈവത്തെ ഞങ്ങളെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ദൈവ കർത്താവെ അവിടെ നൽകി സഹായിക്കണം. ഇതിന് ദാസനേറെ കൃപകളെ അവിടെ കൊടുക്കണം. കേൾക്കുന്ന ഞങ്ങൾക്കും സംസാരിക്കുന്ന ദാസനും അത് ഏറ്റവും അനുഗ്രഹത്തിനിടയാക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്ത് നിന്നും ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ട്, അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. കടന്നു വന്നല്ല പ്രകാരം സ്തോത്രം. ഇനിയും കടന്നു വരാനുള്ളവരും എത്രയും വേഗം കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഞങ്ങളുടെ നാമത്തിന്റെ നോക്കിനായിട്ട് ഞങ്ങൾക്ക് ഈ പഠനം ഇടയാക്കുകയും സഹായിക്കുകയും ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് അത് കർത്താവെ ഞങ്ങൾക്ക് അത് ഇടയാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. 70 ആഴ്ചവട്ടം എന്നുള്ളത് ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും കർത്താവെ അത് ഞങ്ങളെ ഭീതിപ്പെടുത്തുന്നതാണെങ്കിൽ തന്നെയും അത് വളരെ ഭംഗിയായ രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആ ക്ലാസ്സുകൾ എടുക്കാൻ എന്റെ മാനെ അവിടുന്ന് ബലപ്പെടുത്തി അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രികാലവും പ്രത്യേകിച്ച് ചാണ്ടപ്പുറ സഭനെ അവിടുത്തെ കരങ്ങളിലേൽപ്പിക്കുന്നു. കൊടുത്തിരിക്കുന്ന എല്ലാ നമ്മൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൂട്ടി വരുത്തിയ ദൈവത്തിനായിട്ട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. തീർന്നു കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് അവിടുത്തെ സ്ഥിതിയായിരിക്കുന്നു. കാലാവസ്ഥ എത്രത്തോളം ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കൂടി വരുവാനുള്ളവരെ എത്രയും വേണം കർത്താവെ അവരും കൂടി വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സ്ഥിതിയായിരിക്കും. എല്ലാം അംഗീകരിക്കുന്നു. പ്രാർത്ഥനയ്ക്കെടുത്തായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് താഴ്മയായിരിക്കും ഉണ്ടായി കേൾക്കുവാകണമേ. ആമേൻ.
വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ കൃപയാൽ ഇന്ന് ഞങ്ങൾക്കൊന്നിച്ച് അവിടുത്തെ ആലയത്തിലേക്ക് കടന്നു വന്ന് തിരുവചനത്തിന് മുൻപാകെ ആയിരിക്കാൻ വലിയവനായ ദൈവം ഞങ്ങളോട് കാണിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ചില മണിക്കൂറുകൾക്ക് മുമ്പേ പ്രകൃതി വളരെ പ്രയാസം അനുഭവിപ്പാനിടയായെങ്കിലും വലിയവനായ ദൈവം ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കായി സ്വർഗത്തിലുള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ തിരക്കലുകളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം കർത്താവേ, മ്യൂസിക് ഫെസ്റ്റിനോടുള്ള ബന്ധത്തില് ഇപ്രകാരം ഒരു മീറ്റിംഗ് ക്രമീകരിക്കാൻ നിന്റെ മക്കളെ അവിടുന്ന് ഒരുക്കിയതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വരുന്ന കർത്താവേ, ഇന്നു മുതൽ കർത്താവേ, ബുധനാഴ്ച വരെ നടക്കുന്ന മീറ്റിംഗിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ ദാസനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചിരിക്കുന്നതിനായി സ്തോത്രം. തിരുവചനം നിന്റെ ദാസന് കൊടുത്തിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് നിന്റെ മകൻ തിരുവചനം സംസാരിപ്പാൻ അവിടെ ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. കർത്താവേ, തിരുവചനം ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മീയ ഗുണീകരണത്തിന് അത് കാരണമായി തീരുവാൻ അവിടെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഞങ്ങളുടെ കർത്താവിന്റെ വരവ് ഏറ്റുപെടുത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവേ, ദൈവവചനത്തിന്റെ പ്രാധാന്യം അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ അവിടെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാണ്ടപ്പിള്ളച്ചാരി ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചിരിക്കുന്നതായി സ്തോത്രം. അവിടുത്തെ ദാസനെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ ദാസന് ആവശ്യമായ എല്ലാ ബലവും ഉയരത്തിൽ നമ്മൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇനി ആരെങ്കിലും കടന്നു വരുവാനായിട്ടുണ്ടെങ്കിൽ അവരും കടന്നു വന്ന കർത്താവേ, ഇന്നത്തെ ഈ കൂടിവരവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ അതിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷികമായ ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദ ഈ ആലയത്തിൽ ഇന്ന് രാത്രിയിൽ മുഴങ്ങി കേൾക്കുവാൻ അവിടെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള ആ ചിന്തയോടുകൂടി അവിടുത്തെ സന്നിധാനത്തിലായിരിക്കാൻ കർത്താവേ, ഞങ്ങളെല്ലാവരെയും അവിടെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധാനത്തിൽ ഞങ്ങളായിരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മാനവ മഹത്വത്തോട് നെടുത്താട്ടെ, യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. പുസ്തകം 9-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ സഹോദരന്മാരായി വായിക്കാം. കുറച്ച് ദീർഘമല്ല. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാതനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചുകൊള്ളേണ്ടത് എന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും. അവനാരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടുകൂടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഖനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മേക്ഷതയുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഈ വേദഭാഗമാണ് നമ്മുടെ വിഷയത്തിന് ആധാരമായി
നമ്മൾ എടുക്കുന്നത്. തിരുവല്ല മ്യൂസിക് ഫെസ്റ്റിന്റെ ചുമതലയിലും വെള്ളിക്കുളം ഇമാനുവേൽ പ്രബോധന സഭയുടെ സഹകരണത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ 2-3 ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ ദൈവവചന ശുശ്രൂഷ നിർവഹിക്കാനുള്ള അവസരം ഇരുകൂട്ടരും ഒരുക്കി തന്നതിൽ വളരെ വ്യക്തിപരമായ സന്തോഷവും സ്നേഹവും ഞാൻ അവരെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് രാത്രിയിൽ വളരെ താല്പര്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ വചനം ശ്രദ്ധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാരും ദൈവസഭയുടെ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന അധ്യക്ഷന്മാരും സഭാവിശ്വാസികളുമൊക്കെ വളരെ വിദൂരതയിൽ നിന്നും സമീപത്തു നിന്നും കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ്. കർത്താവിലുള്ള സ്നേഹവന്ദനം വിശേഷാൽ ഞാനിവിടെ അറിയിക്കുകയാണ്. മ്യൂസിക് ഫെസ്റ്റിന്റെ ചുമതലയിൽ നടത്തപ്പെടുന്ന ഈ യോഗത്തിൽ ഫെസ്റ്റില്ലാതിരിക്കുന്ന ഒരു യോഗമാണ് ഈ യോഗം. എനിക്ക് തോന്നുന്നു ഈ യോഗത്തിന് ആവശ്യമായ പാട്ടുകളുടെ ഒരു വിധമാണ് ഇന്ന് രാത്രി ഇവിടെ ഉണ്ടായത്. ഇങ്ങനെയൊക്കെ ഡ്രം അടിച്ചും സൈക്കിളും അടിച്ചും കൈയടിച്ചും ക്യാമറയും കുട്ടിയും ഒക്കെ പാട്ട് പാടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് അന്യം നിന്ന് പോയിരിക്കുക. ഞാനൊരു പഴഞ്ചനായതുകൊണ്ടാവാം എനിക്കിതൊക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാൻ ദൈവത്തെ ഇരുന്നുകൊണ്ട് സ്തുതിച്ചു. 70 ആഴ്ചവട്ടം കർത്താവിൽ ബഹുമാനായി അലക്സ് മേൽപ്പാടം ഈ യോഗത്തിനായിട്ട് എന്നെ ക്ഷണിച്ചിട്ട് ഏത് വിഷയം വേണം എടുക്കേണ്ടത് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അത് താല്പര്യം പോലെ ചെയ്യാം. ഞാൻ പ്രാർത്ഥിച്ചു. ഈ സഭാസംബന്ധിയായ വിഷയങ്ങളൊക്കെ തിരിച്ചും തിരിച്ചുമൊക്കെ ഒരുപാട് ക്ലാസുകൾ കൺവെൻഷനുകളിലും അല്ലാതെയും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടും പഠിച്ചുകൊണ്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് തൽക്കാലം വേണ്ട എന്ന് എന്റെ മനസ്സിൽ വെച്ചു. പിന്നെ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ചുള്ള പഠനം ഇവിടെ നടത്താൻ എന്നുള്ളത് തീരുമാനിച്ചു. ഇവിടെ തോമസ് സഹോദരൻ പ്രാർത്ഥിച്ചത് വളരെ ഭയത്തോടുകൂടിയാണ് ഈ അധ്യായം കാണുന്നത്. നല്ലതാ, ഭയം വേണം. ഇന്ന് പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുക്കുന്നതിൽ പലർക്കും ഭയമില്ല. അതിന് ഞാൻ ഉദാഹരണമായി ഇത് നിത്യതയിൽ വിശ്രമിക്കുന്ന പ്രവൻകാർക്ക് ഒരു കാലത്തും മറക്കാനാവാത്ത വലിയൊരു ഉപദേഷ്ടാവായിരുന്ന ബഹുമാനീയനായ KG കുര്യൻ അവർ. അദ്ദേഹത്തിന്റെ ഒരു വാചകം ഞാൻ കടമെടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കേണ്ടതായി ഈ പ്രസ്താവന ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: 50 വയസ്സാകുന്നത് വരെ ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ കൈവച്ചിരുന്നത്. ഞാൻ ഭയത്തോടുകൂടിയാണ് ആ പുസ്തകത്തെ കണ്ടത്. ഇന്ന് 50 വയസ്സൊന്നും വേണ്ട. 20 ആളുകളെ അതിൽ കയ്യും വയ്ക്കും, കാലും വയ്ക്കും. പിന്നെ ചെല്ലുന്നിടത്തെല്ലാം പിന്നെന്തായിരിക്കും? വെളിപ്പാടായിരിക്കും. നേഴ്സറിയിലെ പഠനം കഴിഞ്ഞാണ് മുന്നോട്ടുള്ള പഠനം. അതുകൊണ്ട് എനിക്ക്
എന്നോടുള്ള ബന്ധത്തിൽ 50 കഴിഞ്ഞിട്ടാണ്, 50 55 ആയി ഞാൻ ഈ പുസ്തകങ്ങളിലേക്കൊക്കെ ഒന്ന് കയറാൻ ശ്രമിച്ചു. ഞാൻ ഓർപ്പിച്ചത് അദ്ദേഹം പറഞ്ഞ വാചകം ശരിയാണ്. വളരെ ഭയത്തോടുകൂടിയാണ് വേദപുസ്തകത്തിലെ ചില വിഷയങ്ങളെ നമ്മൾ സമീപിക്കുന്നത്. വളരെ പ്രാർത്ഥിച്ചാണ് വന്നിരിക്കുന്നത്, നിങ്ങളും പ്രാർത്ഥിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാം. ഇതൊന്നും ഒരു ബാലികേറ മലയല്ല, വളരെ ദുഷ്കരമാണ്. ഇത് വല്ലതും മനസ്സിലാകുമോ? അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ പ്രാർത്ഥനയോടും ഒരു സമർപ്പണ മനസ്സോടുകൂടെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരേണ്ട കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തരും. തന്നെയല്ല, ഇത് സംബന്ധിച്ച് ദൈവത്തിങ്കിൽ നിന്ന് ആലോചന പ്രാപിച്ച് എഴുതിയിട്ടുള്ള വിലപ്പെട്ട ദൈവദാസന്മാരുടെ ഗ്രന്ഥങ്ങളുമാണ്. ഇതെന്റെ സ്വന്തമൊന്നുമല്ല ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന, വിശ്വസിക്കാൻ കഴിയുന്ന, നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഗ്രന്ഥകർത്താക്കളുണ്ട്, ദൈവദാസന്മാർ. അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ ഈ വിഷയത്തിന് വളരെ പ്രയോജനമുണ്ടാകുന്നതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. മലയാളത്തിൽ 70 ആഴ്ചവട്ടങ്ങളെ സംബന്ധിച്ചുള്ള പഠനം നൽകുന്ന ഗ്രന്ഥങ്ങൾ വളരെ കുറവാണ്. വളരെ പെട്ടെന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് ദാനിയേലിന്റെ പുസ്തകത്തെ സംബന്ധിച്ച് വളരെ പഴക്കം ചെന്ന ചെറിയ മലയാള പുസ്തകങ്ങളുണ്ട്. അതിലൊന്നാണ് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന, ഒരു കാലത്ത് മതകാരുടെ ഇടയിൽ ഒരു നല്ല പ്രവചന പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കർത്താവിന്റെ ദാസൻ എ.എം. ശാമുവേൽ അവർ. O.M. ശാമുവേലല്ല, എ.എം. ശാമുവേൽ അവർ. അദ്ദേഹം പറവൂർ സ്വദേശിയാണ്. ഒരു ബാങ്ക് മാനേജരായിട്ട് റിട്ടയർ ചെയ്തയാണ്. എന്നെയും ഇവിടെ ഇരിക്കുന്ന ഈ KV എബ്രഹാമിനെയും ഒക്കെ വേറെ ഒരു അറിഞ്ഞുകൂടാ. അദ്ദേഹം മോനെ ജെയിംസിനെ പഠിപ്പിച്ചില്ല, ജെയിംസ് അവിടെ വരുമായിരുന്നു. ഞങ്ങളെ പഠിച്ച ബൈബിൾ സ്കൂളിൽ, ബാപ്റ്റിസ്റ്റ് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 3 വർഷം നന്നായി അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു. ഒടുവിൽ അദ്ദേഹം ഒരു ചെറിയ പുസ്തകം എഴുതി, ദാനിയേലിന്റെ പുസ്തകമെന്നാണ്. എന്നാൽ ആ പുസ്തകം വളരെ ചെറുതാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ആ പുസ്തകത്തിൽ അദ്ദേഹം ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ 70 ആഴ്ചവട്ടങ്ങൾ. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നവരോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയുക, വളരെ കുട്ടടിച്ച് കളയാതെ പുസ്തകങ്ങളൊക്കെ വാങ്ങിയാന്നല്ല. മറ്റൊരു വലിയ ഗ്രന്ഥമാണ് J.W. പെന്തക്കോസ്ത് എന്ന് പറയുന്ന മനുഷ്യൻ, പെന്തക്കോസ്ത് എന്ന് പറയുന്ന അയാള്, ആ ദൈവദാസൻ എഴുതിയ ഇംഗ്ലീഷ് പുസ്തകം സംഭവിക്കാനുള്ളത് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അതിന്റെ മലയാള വിവർത്തനമുണ്ട്. OM വർഷങ്ങൾക്ക് മുൻപ് മലയാളത്തിലേക്ക് അത് വിവർത്തനം ചെയ്തത്. ആ ഗ്രന്ഥം വളരെ പ്രയോജനപ്പെടുമെന്നുള്ളതും പഠനത്തിന് താല്പര്യമുള്ളതിനോട് ഞാൻ പറയാം. അതൊക്കെ പുസ്തക വിപണിയിൽ കിട്ടുന്നതാണ്. വിനയും ഒന്നൊത്തിരി, അതെല്ലാം ഒന്നും ഇവിടെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു പിടി ഗ്രന്ഥങ്ങളുടെ സഹായം എനിക്ക് കാലങ്ങൾക്ക് മുൻപുള്ള പഠനത്തിൽ ഈ വിഷയത്തിന് ഉപയോഗപ്രദമായിട്ടുണ്ടെന്നുള്ളതും ഞാനിവിടെ ഓർപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ ഇരിക്കാം. കരണ്ട് പോകും, കരണ്ട് വരും. ഇതൊന്നും നമ്മുടെ ശ്രവണത്തിന്, ശ്രദ്ധയ്ക്ക് തടസ്സമായി തീരരുത്. നിങ്ങൾക്ക് എന്നെ അറിയാം. എനിക്ക് ആളുകൾ എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞേച്ച് ഞാനങ്ങ് പോവുക, ആ ഒരു മനോഭാവത്തിൽ ശുശ്രൂഷിക്കുന്ന ഒരാളല്ല എന്ന് കാലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്നെ അറിയാം. കാരണം
എല്ലാവരും ശ്രദ്ധിക്കണം. അതിനാണല്ലോ ഈ മഴ ഉണ്ടായിട്ട് പോലും ഇവിടെ വന്നത്. അതുകൊണ്ട് സാഹചര്യങ്ങളിലേക്കൊന്നും നമ്മുടെ മനസ്സ് പോകാതെ, കണ്ണുകൾ പോകാതെ ഈ വചനത്തിലേക്കും ഈ വചനത്തിന്റെ കേൾവിയിലേക്കും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ന് രാത്രിയിലെ അനുഗ്രഹത്തിന് അത് കാരണമായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ പ്രാർത്ഥനയോടുകൂടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമുക്കൊരുപാട് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. വളരെ വിഷമകരമായി തോന്നുന്ന 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ചുള്ള ഒരു വിശകലനത്തിന് ഞങ്ങൾ ഈ 2-3 ദിവസം ഈ ആരാധനാലയത്തിൽ ഒന്നിച്ച് കൂടി വരാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവാത്മാവിന്റെ ആലോചനയും ഏകാഗ്ര ഹൃദയത്തോടുകൂടെ ഇരുന്ന് ഇതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനുള്ള ദൈവകൃപയും ഈ 3 രാത്രികളിൽ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. പറയുന്ന അടിയനും കേൾക്കുന്ന മക്കൾക്കും ഒരുപോലെ ദൈവകൃപ വ്യാപരിക്കണം. സന്നിധി ബോധത്തിൽ ഞങ്ങളെ ഇരുത്തണം. ഞങ്ങളോട് കൃത്യമായി സംസാരിക്കണം. ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് ചിന്തിച്ചിട്ടുള്ളതെല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. അവിടുത്തെ കരങ്ങളിലേക്കെല്ലാം ഏൽപ്പിക്കുന്നു. എല്ലാ സാങ്കേതിക കാര്യങ്ങളും അങ്ങയുടെ നിയന്ത്രണത്തിലാക്കി തീർക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. 9-ാം അധ്യായം നമ്മൾ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് 70 ആഴ്ചവട്ടങ്ങളെ സംബന്ധിച്ച് കാണുന്നത്. അത് ഈ വേദഭാഗത്ത് മാത്രമേ അതിനെ സംബന്ധിച്ച് ഇങ്ങനെ പരാമർശിച്ചിട്ടുള്ളൂ. പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ മറ്റൊരു വേദഭാഗത്തും 70 ആഴ്ചവട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ വിശദീകരണമൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ദാനിയേൽ 9-ലാണ്. അതുകൊണ്ട് ദാനിയേൽ 9-ലെ ഈ വിഷയം നാം പഠിക്കുന്നതിന് ഒരാമുഖമായി ഈ 9-ാം അധ്യായത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം നമ്മൾ അതാണ് എടുക്കുന്നത്. ദാനിയേൽ 9-ാം അധ്യായത്തെ സംബന്ധിച്ച് എന്നൊരു ടൈറ്റിൽ എഴുതിയെടുക്കുന്നവർക്ക് കൊടുക്കാവുന്നതാണ്. ഈ അധ്യായത്തിലാണ് പ്രസിദ്ധമായ 70 ആഴ്ചവട്ടങ്ങളെ സംബന്ധിച്ച് വിവരിച്ചിരിക്കുന്നത്. വേറെ ഒരു അധ്യായത്തിൽ. അതുകൊണ്ട് തന്നെ ഈ അധ്യായം വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരധ്യായമായിട്ട് ഇരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം രണ്ടാമത് ഓർപ്പിക്കാനുള്ളത്, ദാനിയേൽ 9-ാം അധ്യായത്തെ പ്രവചനങ്ങളുടെ നട്ടെല്ല് എന്ന് എഡ്വേർഡ് ഡെന്നി വിശേഷിപ്പിച്ചിട്ടുണ്ട്. പ്രവചനങ്ങളുടെ നട്ടെല്ല് എന്ന് 9-ാം അധ്യായത്തെ എഡ്വേർഡ് ഡെന്നി വിശേഷിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത് ഈ അധ്യായത്തെ സംബന്ധിച്ച് എക്കാലത്തെയും മികച്ച പ്രവചന രേഖയാണ് ഈ 9-ാം അധ്യായം എന്ന് എച്ച് എ അയൻസൈഡ് ഈ അധ്യായത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എക്കാലത്തും മികച്ച പ്രവചന രേഖയാണ് ഈ 9-ാം അധ്യായം എന്ന് പ്രസിദ്ധ വേദപണ്ഡിതൻ എച്ച് എ അയൻസൈഡ് പറഞ്ഞിട്ടുണ്ട്. ബൈബിളിലെ തന്നെ ഏറ്റവും മഹത്തായ അധ്യായമെന്ന് ആർ ന്യൂവൽ എന്ന ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ വളരെ വേദപുസ്തക സംബന്ധിയായി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന ദൈവദാസന്മാർ. അപ്പോൾ ആർ ന്യൂവൽ പറയുന്നത് ബൈബിളിലെ തന്നെ ഏറ്റവും മഹത്തായ അധ്യായം എന്നാണ്. അങ്ങനെ അഞ്ചാമത് ഈ അധ്യായത്തെ സംബന്ധിച്ച് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, വേദപുസ്തക പ്രവചനങ്ങളുടെ എല്ലാം അടിസ്ഥാനമാണ് 9-ാം അധ്യായം എന്ന് പറയുന്നു. ഫൗണ്ടേഷൻ ഓഫ് ഓൾ പ്രൊഫസീസ് എന്നാണ്. വേദപുസ്തക പ്രവചനങ്ങളുടെ എല്ലാം അടിസ്ഥാനമാണ് ദാനിയേൽ 9-ാം അധ്യായം. ആറാമത്
ഇസ്രായേൽ ജനത്തിന്റെ ഭാവി പരിപാടിയുടെ രൂപരേഖ, ബ്ലൂ പ്രിന്റ് രൂപരേഖയാണ് ദാനിയേൽ 9:24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ 6 കാര്യങ്ങളാണ് ഈ 9-ാം അധ്യായത്തെ സംബന്ധിച്ച് ഞാനിവിടെ ഓർപ്പിച്ചത്. എഴുതിയെടുക്കുന്നവർക്ക് കിട്ടിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇത് ക്ലാസ് ആയതുകൊണ്ടും ഇതൊരു ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു വിഷയമായതുകൊണ്ടും ഒരിക്കൽ കൂടെ ഞാൻ 6 കാര്യങ്ങളൊന്ന് ഓടിച്ചു പറയാൻ ആഗ്രഹിക്കുക. 9-ാം അധ്യായത്തെ സംബന്ധിച്ച് ഒന്ന്, ഈ അധ്യായത്തിലാണ് പ്രസിദ്ധമായ 70 ആഴ്ചവട്ടങ്ങളെ സംബന്ധിച്ച് വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധ്യായം വളരെ പ്രാധാന്യം അല്ലെങ്കിൽ പ്രത്യേകതയുള്ളതാണ്. രണ്ടാമത് ഈ അധ്യായത്തെ കുറിച്ച് പറഞ്ഞത്, ഈ 9-ാം അധ്യായം പ്രവചനങ്ങളുടെ നട്ടെല്ലാണെന്നാണ് ഡെന്നി വിശേഷിപ്പിച്ചിരിക്കുന്നത്. മൂന്നാമത്, എക്കാലത്തെയും മികച്ച പ്രവചന രേഖയാണെന്നാണ് എച്ച്. ഐൻസൈഡ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നാലാമത്, ബൈബിളിലെ തന്നെ ഏറ്റവും മഹത്തായ അധ്യായമെന്ന് ആർ. ന്യൂവൻ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. അഞ്ചാമതായി, വേദപുസ്തക പ്രവചനങ്ങളുടെ എല്ലാം അടിസ്ഥാനമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം എന്ന് പറയപ്പെടുന്നു. ആറാമത്, ഇസ്രായേൽ ജനത്തിന്റെ ഭാവി പരിപാടിയുടെ രൂപരേഖയാണ് ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം. ഇങ്ങനെ വളരെ മികച്ച 6 പ്രത്യേകതകൾ 9-ാം അധ്യായത്തെ സംബന്ധിച്ച് നമുക്ക് വിവിധ ദൈവദാസന്മാരുടെ വാക്കുകളിലൂടെയും ഇതിനെ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് ചെന്ന് കഴിഞ്ഞിട്ട് 8:30 ക്ലാസ് ചെയ്യും, പിന്നെ ഒരു ചായ ഉണ്ടെന്നോ മറ്റോ പറഞ്ഞു, അതെല്ലാം കൂടി ചട്ടരിയോടുകൂടെ തീരും. അപ്പൊ വീട്ടിൽ ചെന്നാലും സമയമുണ്ട്. കിടക്കുന്നതിന് മുമ്പ് ഈ 9-ാം അധ്യായം കുറച്ച് ദീർഘമായ ഭാഗമാണ്. 2 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ട് കിടന്നുറങ്ങിയാൽ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്ന് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുവാനായിട്ട് കഴിയും. കർത്താവ് സഹായിക്കട്ടെ. ഈ അധ്യായം പഠിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇനി നമുക്ക് ഈ 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വേദഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്കൊന്ന് ചിന്തിക്കാം. ഇങ്ങനെയാണ് ഈ ക്ലാസ് പോകുന്നത്, പ്രസംഗമല്ലല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. 9-ന്റെ 24 മുതൽ 27 വരെയുള്ള വേദഭാഗം, അതായത് ഇത് സംബന്ധിയായി നാം വായിച്ച വേദഭാഗം, അതിന്റെ ചരിത്ര പശ്ചാത്തലം. എന്താണ് ചരിത്ര പശ്ചാത്തലം? കേട്ടുകൊള്ളുക. 3 ഘട്ടങ്ങളിലായിട്ടാണ് ബാബേൽ പ്രവാസത്തിലേക്ക് യഹൂദ ജനം കടന്നു പോയതായി വേദപുസ്തകത്തിന്റെ ഇതര വേദഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് എപ്പോഴൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് ഓർപ്പിക്കാം എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി. 3 ഘട്ടങ്ങളിലായിട്ടാണ് യഹൂദ ജനം എങ്ങോട്ട് പോയത്? ബാബേൽ പ്രവാസത്തിലേക്ക് പോയത്. അതേത് കാലഘട്ടങ്ങളാണ്? ആദ്യം BC 606, രണ്ടാമത് BC 598, മൂന്നാമത് BC 587. ഇങ്ങനെ 3 ഘട്ടങ്ങൾ. ഒന്നുകൂടെ പറയാം. BC 606, BC 592, BC 587. ഈ 3 ഘട്ടങ്ങളിലായിട്ടാണ് യഹൂദ ജനം എവിടേക്ക് പോയത്? ബാബേലിലേക്ക് പ്രവാസികളായി പോയത്. അതിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ ഇവിടെ പറയുന്നില്ല. ഒരു കാര്യം പറഞ്ഞു തരാം. അവരുടെ രാജാക്കന്മാരുടെ ശരികേട് കൊണ്ട് പോയതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ രാജാക്കന്മാരെ, ഇവരെ ഭരിച്ചിരുന്ന ചില രാജാക്കന്മാരുടെ ശരികേട് കൊണ്ട്, ദൈവത്തിനും വചനത്തിനും വിരോധമായി ചെയ്ത പാപം കൊണ്ട് യഹൂദ ജനം എങ്ങോട്ട് പോയി? പ്രവാസികളായി
പോയി എന്നാണ് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, അതുപോലെ യെരമ്യാവ്, യെശയ്യാവ് എന്നീ പ്രവചനങ്ങൾ ഇതെല്ലാം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതൊക്കെ എടുത്ത് ഇവിടെ വിവരിപ്പാൻ നമുക്ക് നേരമില്ല. അപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 3 പ്രാവശ്യമായി ഈ ആളുകൾ, യഹൂദ ജനം പ്രവാസികളായി ബാബേലിലേക്ക് പോയി എങ്കിലും അവര് ബാബേലിൽ നിന്ന് മടങ്ങി വന്നു. അതും എത്ര പ്രാവശ്യമായിട്ടാണ്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 3 പ്രാവശ്യമായിട്ടാണ്. ഓർക്കണം, 3 ഘട്ടങ്ങളിലായിട്ട് അങ്ങോട്ട് പോയി 3 ഘട്ടങ്ങളിലായി തിരിച്ചു വന്ന ചരിത്രമാണ്. 3 ഘട്ടങ്ങളിലായി തിരിച്ചു വന്ന ചരിത്രമാണ് എസ്രായിയുടെ പുസ്തകത്തിലും നെഹമ്യാവിന്റെ പുസ്തകത്തിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയ രസകരമാകട്ടെ. ഞങ്ങളുടെ ഈ കോട്ടയത്തൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇറങ്ങി കത്ത് കഴിഞ്ഞിട്ട് സഹോദരന്മാർ നല്ല പങ്ക് വന്നിട്ട് എന്നോട് പറയും, ഞങ്ങൾക്ക് ഇന്നത്തെ ഇഷ്ടപ്പെട്ടത് പറയും, ചരിത്രം ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഒത്തിരി ചരിത്രം പറയും. അപ്പൊ ഞാൻ ഇതൊക്കെ കുറെ ഈ പഠിക്കുന്ന ആളുകൾക്കറിയാം, അത് ഉപദേശിമാരെന്നല്ലേ എല്ലാവരും പഠിക്കുന്നവർക്കറിയാം, ഇതൊക്കെ കുറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അധ്വാനിക്കണം. അപ്പൊ ഓക്കെ. അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം, 3 ഘട്ടങ്ങളായി യഹൂദ ജനത്തെ പ്രവാസികളായി ബാബേലിലേക്ക് കൊണ്ടുപോയെങ്കിൽ ആ ജനത്തെ 3 ഘട്ടങ്ങളായി ദൈവം യെരൂശലേമിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവന്നു. അങ്ങനെ മടക്കിക്കൊണ്ടുവന്ന 3 ഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന 2 പുസ്തകങ്ങളുണ്ട്. അതിലൊന്നാണ് എസ്രായിയുടെ പുസ്തകം. എസ്രായിയുടെ പുസ്തകം വായിക്കുന്നിടത്ത് അവിടെയാണ് 2 ഘട്ടങ്ങളിൽ, ആദ്യത്തേതും രണ്ടാമത്തേതും ഘട്ടങ്ങളിലായി ഈ യെരൂശലേമിലേക്ക് വന്ന ജനത്തെ കുറിച്ച് പറയുന്നത്. ആദ്യം വന്നത് സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിലാണ്. അത് എസ്രായേലിന്റെ പുസ്തകത്തിലുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ ഗ്രൂപ്പ് വന്നത്. കൃത്യമായിട്ട് ആ ഭാഗം പരിശോധിച്ചാൽ അറിയാം, ഏതാണ്ട് 50,000 ആളുകളാണ് അപ്പോൾ സെരുബ്ബാബേലിന്റെ കൂടെ എവിടേക്ക് വന്നത്? യെരൂശലേമിലേക്ക് വന്നത്. നമ്മൾക്ക് എന്താ സന്തോഷമായിട്ടിരിക്കുക, നല്ല കാര്യങ്ങളല്ലേ പറയുന്നത്. അപ്പോ രണ്ടാമത് വന്നത് എസ്രായിയുടെ നേതൃത്വത്തിലാണ്. അതും എസ്രായിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ 2 കൂട്ടരും വന്നത് ദൈവാലയ പണിയോടുള്ള ബന്ധത്തിലായിരുന്നു. ദൈവാലയ പണിയോടുള്ള ബന്ധത്തിലാണ് ഈ 2 കൂട്ടരും വന്നത്. ഇനി അടുത്തത് 3ാമത്തെ കൂട്ടർ വന്ന ചരിത്രമാണ് നെഹമ്യാവിന്റെ പുസ്തകത്തില് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നെഹമ്യാവിന്റെ നേതൃത്വത്തിലാണ് വന്നത്. അത് യെരൂശലേമിന്റെ മതിൽ പണിയുന്നതിന് വേണ്ടി വന്നവരാണ്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ 3 ഘട്ടങ്ങളായി പാപനിമിത്തം പ്രവാസത്തിലേക്ക് പോയവരെ ദൈവത്തിന്റെ വിശ്വസ്തതയാൽ 70 വർഷം കഴിഞ്ഞ് 3 ഘട്ടങ്ങളായി അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. ദൈവാലയ പണിക്ക് വേണ്ടിയും യെരൂശലേം മതിൽ, നഗരം എന്നിവയുടെ പണിക്ക് വേണ്ടിയുമാണ്. അപ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ അങ്ങനെ 3 ഘട്ടങ്ങളിലായി പ്രവാസത്തിലേക്ക് പോയപ്പോൾ ആദ്യത്തെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു ആര്? ദൈവത്തിന്റെ പ്രിയ പുരുഷനായ ദാനിയേല്. മനസ്സിലായില്ലേ? ദാനിയേലിന്റെ പുസ്തകമല്ല നമ്മുടെ പഠനം എന്ന് വലിയൊരു ആമുഖവും പശ്ചാത്തലവും പറയണമല്ലോ. അപ്പോ ഈ 3 ഘട്ടങ്ങളിലായി പോയവരിൽ ആദ്യത്തെ ഘട്ടത്തിൽ പെടുന്നതാണ് ദൈവത്തിന്റെ പ്രിയ പുരുഷനായ ദാനിയേൽ എന്ന് കാണാൻ കഴിയും. ഇനി അടുത്തത് ഈ പുസ്തകത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ 9:24 മുതൽ 27 വരെയുള്ള ഭാഗത്തെ സംബന്ധിച്ചുള്ള ചരിത്ര പശ്ചാത്തലം രണ്ടാമത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇസ്രായേലിനെ സംബന്ധിച്ച് ഭാവിയിൽ നടക്കുന്ന 3 കാര്യങ്ങൾ യെരമ്യാ പ്രവചനത്തിൽ കാണാൻ കഴിയും. ഇതും കൂടെ ചേർത്ത് വേണം ആ കാര്യം നമ്മൾ പഠിക്കാൻ. അപ്പോൾ ഈ 70 വർഷം കൊണ്ടാണ് ബാബേൽ പ്രവാസം തീരുന്നതെന്നൊക്കെ യെരമ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ യെരമ്യാ പ്രവചനത്തിൽ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഭാവിയിൽ നടക്കേണ്ട 3 കാര്യങ്ങൾ യെരമ്യാവിന്റെ പ്രവചനത്തിൽ കാണാൻ കഴിയും.
അങ്ങനെ ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു ഉള്ളടക്കമാണ് 70 ആഴ്ചവട്ടങ്ങളിൽ സംഭവിക്കുന്ന കാര്യം വളരെ ഹ്രസ്വമായി ദാനിയേൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഭാവിയിൽ നടക്കുന്ന 3 കാര്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, ഒരു തിരിച്ചു വരവിന്റെ സമയം, എ ടൈം ഓഫ് റിട്ടേൺ, ഒരു തിരിച്ചു വരവിന്റെ സമയം. 2, ഭാവിയിൽ നടക്കേണ്ട 2ാമത്തെ കാര്യം ഒരു മഹാകഷ്ടകാലം, എ ടൈം ഓഫ് ഗ്രേറ്റ് ട്രിബുലേഷൻ, ഒരു മഹാകഷ്ടകാലം. 3, യഹൂദനോടുള്ള ബന്ധത്തിൽ ഭാവിയിൽ നടക്കേണ്ടത് ഒരു വിടുതലിന്റെ കാലം, ഒരു വിടുതലിന്റെ കാലം, എ ടൈം ഓഫ് ഡെലിവറൻസ്. ഇങ്ങനെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഭാവിയിൽ സംഭവിക്കേണ്ട 3 കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചു. 1, ഒരു തിരിച്ചു വരവിന്റെ സമയം. 2, ഒരു മഹാ കഷ്ടകാലം. 3, ഒരു വിടുതലിന്റെ കാലം. ഈ 3 കാലവും സംഭവിക്കുന്നതാണ് 70 ആഴ്ചവട്ടങ്ങൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ 70 വർഷം ഇവരുടെ പ്രവാസകാലം നീണ്ടു നിൽക്കുമെന്ന് യെരമ്യാവ് പ്രവചിച്ചിരുന്നു. 70 വർഷം. നമ്മുടെ വേദപുസ്തകത്തിന്റെ നിസ്തുല്യത ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. ഈ പ്രവചനം എന്ന് പറയുമ്പോൾ ബൈബിളിന്റെ 3 ഭാഗവും എന്താണ്? പ്രവചനമാണ്. ആ പ്രവചനത്തെ നമുക്ക് പ്രധാനമായും 2ആയിട്ട് വിഭജിക്കാം. എന്താണ് ആ പ്രവചനത്തിന്റെ 2 വിഭജനം? 1, ഹിസ്റ്റോറിക്കൽ, ചരിത്രപരമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മുൻപ് സംഭവിക്കുമെന്ന് പ്രവചിച്ച പല കാര്യങ്ങളും ഇപ്പോൾ എന്തായി? ചരിത്രത്തിലായി. അതുകൊണ്ടാണ് പ്രവചനത്തിന്റെ 1ാം ഭാഗം ഹിസ്റ്റോറിക്കൽ, ചരിത്രപരം എന്ന് പറയാൻ കാരണം. 2, പ്രവചനത്തിന്റെ 2ാം ഭാഗം അത് പ്രിഡിക്റ്റബിളാണ്, പ്രവചനപരമാണ്. അതായത് എഴുതിയിരിക്കുന്ന പലതും ഇനിയും സംഭവിക്കാനുള്ളതാണ്. അങ്ങനെ ബൈബിളിലെ പ്രവചനത്തെ നമുക്ക് 2ആയിട്ട് വിഭജിക്കാം. 1, ചരിത്രപരവും 2ാമത്തേത് പ്രവചനപരവുമാണ്. ഞാൻ പറയട്ടെ, ആ 2 കാര്യങ്ങളും എവിടെ എഴുതിയിട്ടുണ്ട്? ഈ 70ാം ആഴ്ചവട്ടത്തിൽ കാണാൻ കഴിയും. 70ാം ആഴ്ചവട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ പ്രവചനപരമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ന് ജീവിക്കുന്ന നമുക്ക് പറയാൻ കഴിയും അതിൽ ഒരു ഭാഗം എന്തായി മാറി? ഹിസ്റ്റോറിക്കലായി മാറി, ചരിത്രപരമായി മാറി. ഇനി പ്രിഡിക്റ്റബിൾ ആയിരിക്കുന്ന, പ്രവചനപരമായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇനിയും നടക്കാൻ ഉണ്ട്. ഇത്രയും 70 ആഴ്ചവട്ടങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ഓർപ്പിച്ചത് ഈ 70 വർഷം പ്രവാസം ഉണ്ടെന്നുള്ളത്, അത് നീണ്ടു നിൽക്കുമെന്നുള്ളത് യെരമ്യാവിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെവിടെയൊക്കെയാണെന്ന് പറയാം. സഹോദരൻ ഒന്ന് വായിക്കുമോ? എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് പെട്ടെന്ന് വായിച്ചാൽ നല്ലതാണ്. യെരമ്യാവ് 25-ന്റെ 11-ഉം 12-ഉം വാക്യങ്ങളൊക്കെ വേഗത്തിൽ വായിക്കാം. അപ്പോൾ തന്നെ മറ്റൊരാൾക്ക് വായിക്കാൻ ഒക്കുമെങ്കിൽ യെരമ്യാവ് 29-ന്റെ 10-ഉം കൂടെ വായിക്കാം. ആദ്യം 25-ന്റെ 11-ഉം 12-ഉം. ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവും ആകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ 25-ാം അധ്യായം 11-ഉം 12-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യഹൂദ ജനം ബാബേൽ പ്രവാസത്തിലേക്ക് പോകുമെന്നും ആ പ്രവാസത്തിൽ അവർ 70 വർഷം കഴിയുമെന്നും യെരമ്യാവ് ഇവിടെ പറയുകയാണ്. നമ്മളിവിടെ ഓർക്കേണ്ടി വരികയാണ്. കേവലം ചരിത്രവും പ്രവചനവും മാത്രം പറഞ്ഞാൽ പോരുക. ഇങ്ങനെയൊക്കെ ഒരു പ്രവാസം വരുമെന്നുള്ള വസ്തുത മുൻപ് കൂട്ടി പറഞ്ഞത്. എന്നിട്ടും ഈ ജനം ദൈവത്തെ അനുസരിച്ചില്ല.
എന്റെ മനസ്സിന്റെ സഹോദരങ്ങളെ, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മോട് പൗലോസ് പറയുന്ന ഒരു കാര്യം എഴുതിയിരിക്കണം. എന്നാ മുൻ എഴുതിയിരിക്കുന്നതൊക്കെ നമുക്ക് ദൃഷ്ടാന്തമായി ഭരിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കും മുൻപ് കൂട്ടി എഴുതി തരുമ്പോൾ നമുക്കതൊരു ദൃഷ്ടാന്തമാണ്, നമുക്കൊരു മുന്നറിയിപ്പാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ വേണം ദൈവത്തോടും ദൈവവചനത്തോടും ഓരോ വിശ്വാസിയും ബന്ധപ്പെട്ടു പോകേണ്ടത്. അപ്പോൾ 70 വർഷം ഇവർ ബാബേലിൽ പ്രവാസികളായി അവരെ സേവിക്കുമെന്നുള്ള വസ്തുത മുൻകൂട്ടി യെരമ്യാവ് പറഞ്ഞിരിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. എഴുതിയെടുക്കുന്നുണ്ട് പറയുക. 29:10 എടുത്തത് ഒന്ന് വായിച്ചേ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിന് 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി. ബാബേലിലെ 70 വർഷം കഴിഞ്ഞ, നോക്കണം ആ പ്രവചനം പോകുന്ന പോക്ക്. ബാബേലിലെ 70 വർഷം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ ഈ ദേശത്തേക്ക് മടക്കി വരുത്തുമെന്ന്. അപ്പോൾ അവിടെയും നമ്മൾ എന്താ കാണുന്നത്? 70 വർഷം യഹൂദ ജനം ബാബേലിൽ പ്രവാസികളായി കഴിയുന്നു. വായിക്കേണ്ട, എഴുതിയിരുന്നെങ്കിൽ എഴുതുക. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകവും 36-ാം അധ്യായം 21-ാം വാക്യത്തിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ 9-ാം അധ്യായത്തിൽ 70 ആഴ്ചവട്ടങ്ങൾ ദാനിയേലിന് കൊടുക്കുന്നതിന് മുൻപ് ഒരു പശ്ചാത്തലമുണ്ട്. എന്താണെന്നറിയാമോ? 70 വർഷം കൊണ്ട് ഈ ബാബേൽ പ്രവാസം അവസാനിക്കുമെന്ന് ദാനിയേല് യെരമ്യാ പ്രവചനത്തിൽ നിന്ന് എന്ത് ചെയ്തു? മനസ്സിലാക്കി. അതൊന്ന് വായിക്കാം. ദാനിയേൽ 9-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചേ. 2-ാം വാക്യം വേഗത്തിൽ. ദാനിയേൽ 9:2. അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. ശ്രദ്ധിക്കണം. ആര് ഗ്രഹിച്ചു? ദാനിയേൽ ഗ്രഹിച്ചു. അപ്പോൾ ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ദാനിയേലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതൊരു വലിയ രാജ്യതന്ത്രജ്ഞനാ. അല്ലാതെ അയാൾ ചുമ്മാതെ പ്രവാസത്തിൽ പോയി അവിടെ ഇങ്ങനെ ഒരു പ്രവാസിയായി ജീവിക്കുകയല്ല. പ്രവാസിയായി പോയെങ്കിലും അയാൾ ആ രാജ്യത്തിലെ ഒരു പ്രമുഖനായിട്ട് മാറി. വലിയ തിരക്ക് പിടിച്ച ജോലി കൂടിക്കൊണ്ടെന്നേ. നമ്മളും നമ്മുടെ ഭാഷയിൽ ഒരു ദിവസം എത്ര വട്ടം ഉപയോഗിക്കും എന്നതാ പറഞ്ഞേ. എന്താ ഭയങ്കര ജനാതിരക്കാണ് നമുക്കുള്ളത്. ആവശ്യമില്ലാത്ത തിരക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാ. അല്ലാതെ പ്രത്യേകിച്ച് തിരക്കൊന്നും നോക്കിയാൽ നമുക്കില്ലണ്ട്, ചുമ്മാതാ. എന്നാൽ ഇയാൾക്ക് ഭയങ്കര ജോലി തിരക്കാ, വലിയ ഭാരിച്ച ജോലിയാ പുള്ളിക്കുള്ളത്. എന്റെ വിഷയമില്ല. അതിന്റെ മധ്യത്തിലും സ്തോത്രം, ദൈവവചനം വായിക്കാനുള്ള സമയം ദൈവവചനം വായിക്കാനുള്ള സമയം കണ്ടെത്തി. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോയാൽ കസേരയും മുറുകെ പിടിച്ചോന്ന് തലകറങ്ങി പോകരുത്. തലയിലല്ലേ കറങ്ങത്തുള്ളൂ. അപ്പൊ കറങ്ങാൻ സാധ്യതയില്ല. ഇന്ന് വേദപുസ്തകം വായിക്കാത്ത എത്ര പേരുണ്ട്? കയ്യൊന്നും ഉയർത്തണം. നല്ലൊരു ദിവസം വന്നിട്ട് അയ്യോ വിചാരിക്കുമല്ലോ, അത് കയ്യൊന്നും ഉയർത്തണ്ട. ഇന്ന് നേരം വെളുത്ത് ഇറങ്ങിയില്ലേ? രാവിലത്തെ കോപ്പി കുടിച്ചില്ലേ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? 11 മണിക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലേ? ഉച്ചയ്ക്ക് നല്ല ശാപ്പാട് കഴിച്ചില്ലേ? 4 മണിക്ക് ഇങ്ങോട്ട് പോരാൻ നേരത്തും ഒരു കുടിയും ഒരു കൊറിയും നടത്തിയില്ലേ? ഇനിയും ഇത് കഴിഞ്ഞ ഇവിടെ ഒരു കടിയുമുണ്ട്, കുടിയുമുണ്ട്. ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നും കഴിക്കാനിരിക്കുകയല്ലേ? നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ ചോദിക്കണം. ദൈവത്തിന് സ്തോത്രം. യെരമ്യാവ് പറയുന്നു, ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ശരീരത്തിന് ഇത് ആഹാരമായിരിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിന് ആഹാരമായിരിക്കുന്നത് സ്തോത്രം ദൈവത്തിന്റെ വചനമാണ്. അല്ലയോ ദൈവ കുഞ്ഞുങ്ങളെ, എത്ര തിരക്കുണ്ടെന്ന് നാം പറഞ്ഞാലും ദൈവവചനത്തെ ഉപേക്ഷിക്കുന്ന ഒരു തിരക്ക് നമുക്ക് വേണ്ട, നമ്മുടെ വീട്ടിൽ വേണ്ട. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ തിരക്ക് പിടിച്ച മനുഷ്യൻ വേദപുസ്തകം വായിക്കുക. അങ്ങേരത് കൃത്യമായിട്ട് എടുത്ത് വായിച്ചത് എന്തായിരുന്നു? യെരമ്യാ പ്രവചനം.
ഇനി നമ്മൾ വായിച്ചാൽ തന്നെ പ്രവചനമൊന്നും അങ്ങനെ വായിക്കാറില്ല. പ്രവചനം പോയിട്ട് സുവിശേഷങ്ങൾ പോലും നമ്മൾ വായിക്കാറില്ല. പിന്നെ ആകെ വായിക്കുന്നത് എന്താ? കൂടുതൽ ചെവി പിടിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ ബൈബിളിൽ. അതെന്തായിരിക്കും? അതെല്ലാം ദിവസവും ഇനി സാക്ഷികളെ കൊണ്ടൊരാവശ്യവും ഇല്ല. മനസ്സിലായില്ല? എന്റെ ദൈവമേ, ഞാൻ നിങ്ങളോടൊരു സന്തോഷത്തിന് പറയാ. എന്റെ കൂടെ സന്തത സഹചാരിയായി വരുന്ന ജോലിക്കറിയാം. ഞാൻ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ കേൾക്കണം. ഞാൻ എന്റെ സഭയുടെ, കോട്ടയം സഭയുടെ പ്രവർത്തനത്തിന് പോകുന്നതാണ്. ഭവന സന്ദർശനം ഞങ്ങൾക്കുണ്ട്, പരസ്യയോഗം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് ബൈബിൾ ക്ലാസുകളുണ്ട്, ഇതര സ്ഥലങ്ങളിലായി ബൈബിൾ ക്ലാസുകളുണ്ട്. അതോടൊപ്പം തന്നെ അനേകം ദൂരം യാത്ര ചെയ്ത് പ്രസംഗവും ചെയ്യേണ്ട ഒരു മനുഷ്യനായ ഞാൻ. അത്രയും തിരക്കുണ്ടായിട്ടും നിങ്ങൾക്കൊരു പ്രേരണയും പ്രചോദനവും വരുവാൻ ഞാൻ പറയുക. കുറഞ്ഞത് 5 മണിക്കൂറാണ് ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 5 മണിക്കൂറാണ് ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 5 മണിക്കൂറൊന്നും നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഏറ്റവും കുറഞ്ഞൊരു വിശ്വാസിയെ, നീ 1 മണിക്കൂറെങ്കിലും ഈ ആഹാരം കഴിക്കുവാൻ സമയം കണ്ടെത്തണം. ഹല്ലേലൂയ. ഈ പഠന മുഖാന്തരം അതിനിടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഈ വലിയ മനുഷ്യൻ വേദപുസ്തകം വായിച്ചു. അപ്പോൾ വിഷയം എന്താ? അത് വായിച്ചപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം ഒരു കാര്യം കണ്ടെത്തി. എന്താ കണ്ടെത്തിയത്? ഈ പ്രവാസകാലം പറഞ്ഞേ 70 വർഷം കൊണ്ട് തീരും, 70 വർഷം കൊണ്ട് തീരും. ഇനി അധികം കാലം മുൻപിലില്ല. നിങ്ങൾക്കറിയണോ, ഇതിലെ കണക്ക് ഇപ്പോഴൊന്നും പഠിപ്പിക്കാൻ നേരമില്ല. ഇതിലെ കണക്ക് കൃത്യമായിട്ട് ചേർത്ത് പഠിച്ചാൽ അദ്ദേഹം ഈ 70 വർഷം കൊണ്ട് പ്രവാസം കഴിയുമെന്ന് മനസ്സിലാക്കിയപ്പോഴുണ്ടല്ലോ, ഏതാണ്ട് പ്രവാസം 68 വർഷം കഴിഞ്ഞു. 68 വർഷം കഴിഞ്ഞു. ഇനി എത്ര വർഷമേ മുൻപിലുള്ളൂ? 2 വർഷമേ ഉള്ളൂ. ഏതൊരു ഭക്തന്റെ ഉള്ളിലാണ് സന്തോഷം തുടി പൊട്ടാത്തത്? ഇല്ലേ? ഈ ജോലിക്കൊക്കെ വെളിയിൽ പോയിരിക്കുന്ന ആളുകള് ഒരവധി കിട്ടി, ഇല്ലേ? അവധി കിട്ടി, ഭാര്യയും മക്കളും എല്ലാം ഇവിടെ ആയിരിക്കും. അവധി കിട്ടുമ്പോൾ ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ എനിക്ക് എവിടെ പോകാം? ഇതിൽ പോകാം. എന്തൊരു സന്തോഷമാണ്. ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം ഇത് പരിശോധിച്ചപ്പോൾ അദ്ദേഹം കണക്കൂട്ടി മനസ്സിലാക്കി, ഇനി ഒരു 2 വർഷമേ മുൻപിൽ ഉള്ളൂ. 2 വർഷം കഴിയുമ്പോൾ എന്റെ സ്വന്തം ദേശത്ത് എനിക്ക് വരാം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാഴ്ചപ്പാട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെയും ഒരു കാര്യം ഞാൻ പറയാൻ പോവാ. നമ്മൾ വചനമൊക്കെ വായിക്കുമ്പോഴാ ഇവിടുത്തെ പ്രവാസകാലം തീരാറായി എന്നുള്ള ബോധം, ആ ബോധം വരാതിരിക്കാനാ പലരും എന്ത് വായിക്കാത്തത്, വചനം വായിക്കാത്തത്. കാരണം ആ ബോധം വന്നു കഴിഞ്ഞാൽ ജീവിക്കേണ്ട വിധത്തിലൊക്കെ ജീവിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കാതിരുന്നാല്, വായിക്കാതിരുന്നാൽ കാര്യം മനസ്സിലാക്കുകയല്ലോ. അല്ല, വേദപുസ്തകം വായിക്കുന്നതോറും എനിക്ക് ഒത്തിരി ആശയങ്ങൾ ഇങ്ങനെ മുന്നിൽ വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വലിയ വില്യം മാർട്ടോനാളിന്റെ ഒരു ബുക്ക് വായിച്ചു. ആ ബുക്കിനകത്ത് അദ്ദേഹം, ഞാൻ ഉമ്മനാട് പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആ ബുക്കിനകത്ത് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഇതാണ്: നിങ്ങൾ എന്തിനാണ് ബൈബിൾ പഠിക്കുന്നത്? എന്തിനാ ബൈബിൾ പഠിക്കുന്നത്? എന്നോട് ആ ചോദിക്കുന്നെങ്കിൽ ഞാൻ പറയും, എഴുന്നേൽക്കൊടുത്ത് മ്യൂസിക് ഫെസ്റ്റിന്റെ ചുമതലയിലും ഇമ്മാനുവേൽ ബ്രദറൻ സഭയുടെ സഹകരണത്തിലും ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട്. അവരെ പഠിപ്പിക്കാനാണ് ഞാൻ ബൈബിള്. നമ്മളെല്ലാവരും അത് പറയും. ആ വലിയ മനുഷ്യൻ പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൽ കോടിയിടണം. അദ്ദേഹം പറഞ്ഞത്, നാം ബൈബിൾ പഠിക്കേണ്ടത് അറിവ് വർദ്ധിപ്പിക്കാനല്ല, ദൈവാനുരൂപമായി തീരേണ്ടതിനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവാനുരൂപമായി തീരേണ്ടതിനാണ് ബൈബിൾ പഠിക്കേണ്ടത്. ഇന്നു മുതൽ അങ്ങനെ തീരുമാനമുള്ള ഈ ക്ലാസ് കൊണ്ട് കുറെ അറിവ് സമ്പാദിച്ചേച്ചു പോകുകയല്ല, നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വന്നുകൊണ്ടിരിക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ അദ്ദേഹം അത് മനസ്സിലാക്കി. അപ്പോൾ 68 വർഷം കഴിഞ്ഞു. ഇനിയും 2 വർഷം മുമ്പിലുണ്ട്. ഇത് ഗ്രഹിച്ചു കഴിഞ്ഞപ്പോ 9-ാം അധ്യായത്തിന്റെ അടുത്ത ഭാഗം ഒന്ന് വായിച്ച്, യെരമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് എത്രാം വാക്യം അടുത്തത്? വായിച്ചേ. അപ്പോൾ ഞാൻ ഉപവസിച്ചും ഞെട്ടുടുത്തും വെണ്ണീറിലിരുന്നുകൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. കേൾക്കണേ, ഈ കാര്യങ്ങൾ ഇങ്ങേർക്ക് ബോധ്യമായപ്പോൾ
തുള്ളിച്ചാടി പോവുകയല്ല ചെയ്ത് ചാടി തുടങ്ങി. എനിക്ക് 2 വർഷമേ ഉള്ളല്ലോ, ഇവിടുന്ന് പോകാം. ഉടൻ തന്നെ അദ്ദേഹം ദൈവത്തിലേക്ക് എന്ത് ചെയ്തു? എന്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, ഓരോന്നെടുത്ത് പറയാൻ താല്പര്യമുണ്ട്. വേദപുസ്തക പഠനം കൊണ്ടും വായന കൊണ്ടും ധ്യാനം കൊണ്ടും സംഭവിക്കേണ്ട ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ദൈവത്തിങ്കിലേക്ക് മുഖം തിരിക്കണം. ദൈവത്തിങ്കിലേക്ക് മുഖം തിരിക്കണം. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് മുഖം തിരിക്കുമ്പോഴാണ് അവനിലേക്ക് നോക്കിയവന് നമുക്ക് ഈ വാക്യം കാണാതറിയാം. പക്ഷെ ഇതെല്ലാം ഉദ്ദേശിച്ച എഴുതിയെന്ന് ഒറ്റ ഒരെണ്ണത്തിന് കോവിഡ് സമയത്ത് ഞാൻ ദൈവത്തിങ്കിലേക്ക് നോക്കി മുഖം എന്ത് ചെയ്തു? പ്രകാശം. 18 വെള്ളപ്പൊക്കത്തിന് ഞാൻ ദൈവത്തിങ്കിലേക്ക് നോക്കി മുഖം വന്ന് ഈ ഒത്തിരി പറയാനുണ്ടേ. താൻ ഒത്തിരി ഒന്നും പറയണ്ട, എങ്ങനെയും ഞങ്ങളെ ഒന്ന് പഠിപ്പിച്ചു വിടാൻ നോക്കാം. ഇതിവിടെ പോകണ്ടേ. മോശ ദൈവത്തിന്റെ ഇടയ്ക്ക് കയറി ചെന്നു. സീനായി പർവ്വതത്തിൽ കയറി ചെന്നില്ലേ? എത്ര ദിവസം? 40 ദിവസം ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ദൈവത്തോടുകൂടെ ഇരിക്കുകയാണ്. അവിടെ എന്താ പരിപാടി? ഇങ്ങോട്ട് കൽപ്പന കൊടുക്കുക, വചനം കൊടുക്കുക. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ ഇങ്ങനെ പറയാം, ദൈവം മോശയോട് സംസാരിക്കുന്നു, മോശ ദൈവത്തോട് സംസാരിക്കുന്നു. എന്തൊരു കൂട്ടായ്മയാണ് ഇത്! നമ്മളെ കൊണ്ട് കഴിയുമോ സഹോദരൻ? കഴിയും. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമുക്കതിനുള്ള മനസ്സ്. ആസാഫ് എന്താ തന്നെ അനുഭവത്തിൽ എന്ന് പറയുന്നത്, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ഈ 40 വർഷം ഈ ദിവസം ഈ മനുഷ്യൻ ദൈവത്തോട് അഭിമുഖമായിട്ടിരിക്കും. നമ്മൾ ഒരിടത്ത് വായിക്കുന്നില്ലേ, ദൈവത്തോട് അഭിമുഖമായിട്ട് സംസാരിച്ച മോശയെ പോലൊരുത്തൻ അന്ന് വായിക്കുന്നില്ലേ? അവരവൃത്തിയുടെ ഗുണങ്ങളൊന്നും വായിക്കരുത്. അവിടെ എഴുതിയിരിക്കുകയാണ്, മോശയെ പോലെ ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ച ഒരുത്തനില്ല. ഇയാളിൽ 40 ദിവസത്തെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഇങ്ങനെ ജനമെല്ലാം കൂടെ മോശ വന്നിട്ട് പറഞ്ഞ് കൂടിയപ്പോ ഒരെണ്ണം മോശയുടെ മുഖത്ത് മോശ സംസാരിച്ചോ പറഞ്ഞു, നീ ഇങ്ങനെ നിന്ന് സംസാരിക്കണം, നിന്റെ മുഖത്ത് ഒരു 3 പടം ഇടാൻ പറഞ്ഞു. എന്താ കാര്യം? എന്താ പറഞ്ഞ കാര്യം? മോശയുടെ മുഖത്തിന്റെ തൊക്കെ എന്നെ സന്തോഷിപ്പിച്ചു. ഒരു വാക്യം എന്റെ മുന്നിൽ പ്രകടന അതിനകത്തുള്ളത്, മോശയുടെ തൊക്ക് പ്രകാശിച്ചു എന്നുള്ളത് സന്തോഷിപ്പിക്കുന്നതാ. പക്ഷെ അതിനേക്കാൾ സന്തോഷിപ്പിക്കുന്ന ഒരു വചനം അവിടെയുണ്ട്. എന്താണെന്ന് അറിയാമോ? അത് മോശ അറിഞ്ഞില്ല. ജനം അറിഞ്ഞു, മോശ. ഇന്ന് ജനം അറിയുന്നില്ല, നമ്മള് പറഞ്ഞു നടക്കുക. കഴിഞ്ഞ ആഴ്ചത്തേക്കാണ് എന്റെ മുഖത്തിന്റെ പ്രകാശമൊക്കെ. എന്റെ ദൈവമേ, കർത്താവ് നമ്മളോട് ഇടപെടട്ടെ. നമ്മുടെ ഹൃദയവും കണ്ണും നിറഞ്ഞ് നമുക്ക് ഈ വചനം ശ്രദ്ധിക്കാം. ഇദ്ദേഹം തിരുവഴുത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുഖം ദൈവത്തെങ്കിലേക്ക് തിരിച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ ഒരു കാര്യം കൂടെ പറയാം. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ് വചനവും പ്രാർത്ഥനയും. മനസ്സിലായോ? ഒരിക്കൽ മാധ്യമോടുള്ളപ്പോ ഒരു കാര്യം പറഞ്ഞു. ഞാനും ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു കേട്ടോ. രസകരമായ ഒരു കാര്യം കൊടുക്കുകയാണ്. പെന്തക്കോസ്തിൽ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? നല്ലൊരു കാര്യം പറയാൻ പോവും. അതിനാണ് അദ്ദേഹം ഈ പെന്തക്കോസ്തുകാരെയും ബ്രദറുകാരെയും ഈ വചനവും പ്രാർത്ഥനയും എന്നുള്ളതിന് താരതമ്യപ്പെടുത്തിയ ഒരു കാര്യം പറഞ്ഞു. ബ്രദറുകാര് ഒരു ചാക്ക് സിമെന്റ് പൊട്ടിച്ചിടും. സിമെന്റ് പൊട്ടിച്ചിട്ടിട്ട് 1 സ്പൂൺ വെള്ളം അതിനകത്തോട്ട്, ആ 1 സ്പൂൺ വെള്ളം പ്രാർത്ഥനയാണ്. ഈ 1 ചാക്ക് സിമെന്റ് എന്തോ വചനാണ്. അപ്പൊ വചനത്തില് എന്ത് ചെയ്യും? 1 സ്പൂൺ പ്രാർത്ഥന. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പെന്തക്കോസ്തുകാരൻ നേരെ തിരിച്ചാണ്. 1 സ്പൂൺ സിമെന്റ് ഇടും, ടാപ്പങ്ങ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വലിയ വചന പഠനമൊന്നും ഒരു പക്ഷേ അവർക്ക് നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവസന്നിധിയിലിരുന്ന് ദിനരാത്രങ്ങൾ അവരെന്ത് ചെയ്യും? നിലവിളിക്കും. എന്നാൽ ഞാൻ പറയേണ്ട ഒരു കാര്യം, ഇത് സമം കൊണ്ടുപോകണം. ചില ആയുർവേദ വൈദ്യന്മാര് പണ്ട് പറഞ്ഞതുപോലെ ഈ പൊടിയും ഗുളികയും എല്ലാം കൂടെ സമം
സേവിക്കണമെന്ന് പറയാറുള്ളത് പോലെ ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സമമായിട്ട് വേണം. അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം. അവിടെ കാണുന്നത് ഇങ്ങനെയാ: ഒരു യാമത്തോളം ന്യായപ്രമാണ പുസ്തകം അവർ വായിച്ചു, അടുത്ത ഒരു യാമത്തോളം അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നാണ്. എന്താ കാര്യം? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യുവതയുവാക്കൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, സഹോദരി സഹോദരന്മാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നാം ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറ്റവും നല്ലത് 1 മണിക്കൂർ വചനം വായിച്ചാൽ 1 മണിക്കൂർ മുട്ടുമടക്കണം. 1 മണിക്കൂർ മുട്ടുമടക്കുന്നെങ്കിൽ 1 മണിക്കൂർ വേദപുസ്തകം വായിക്കണം. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യം! അങ്ങനെ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചൊരു 3-4 കാര്യങ്ങൾ വേഗത്തിൽ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ ദാനിയേലിന്റെ പ്രാർത്ഥനയെ സംബന്ധിച്ച് വചനവും പ്രാർത്ഥനയും ഒന്നിച്ചു കൊണ്ടുപോയ ഈ മനുഷ്യന്റെ പ്രാർത്ഥനയെ കുറിച്ച് ഒന്നാമത്തെ കാര്യം, അല്പം ദീർഘമായ പ്രാർത്ഥനയാണ്. നിങ്ങൾ നോക്കേണ്ടറിയാം, ഈ 9-ാം അധ്യായത്തിന്റെ 3 മുതൽ എത്ര വരെയാണ്? ഏതാണ്ട് അതിന്റെ 22 വരെയുള്ള വാക്യങ്ങൾ ദീർഘമായ ഭാഗമാണ്. ഒരു ദീർഘമായ പ്രാർത്ഥനയാണ് പുള്ളി ചെയ്യുന്നത്. ഞാനതിങ്ങനെ ഒന്ന് പറഞ്ഞു പോവുക കേട്ടോ. പ്രാർത്ഥന രഹസ്യ പ്രാർത്ഥനയാണെങ്കിൽ അതെങ്ങനെ ഇരിക്കും? ചുരുക്കമായി. ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്, അല്ല അദ്ദേഹം ഇപ്പോഴും നമ്മുടെ കാര്യമാണ് പറഞ്ഞത്. ചുരുക്കമായി. പരസ്യ പ്രാർത്ഥനയാണല്ലോ. വീട്ടിൽ പോയി 3 ചായ കുടിച്ചേച്ചു വന്നാൽ ഈ പുള്ളി പ്രാർത്ഥന മനസ്സിലായില്ലേ? അപ്പോഴേ മനസ്സിലാക്കിക്കൊണ്ട് ഇയാൾക്ക് രഹസ്യ പ്രാർത്ഥന. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. എനിക്കൊരുപാട് സന്തോഷത്തിലാണ് നിങ്ങളുടെ മധ്യേ ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്റെ വാത്സല്യ സഹോദരങ്ങളെ. പരസ്യ പ്രാർത്ഥന കുറച്ച് മതി, ഒരു 3 മിനിറ്റ് മതി, ധാരാളം മതി, 3 മിനിറ്റ് മതി. എന്നാൽ രഹസ്യ പ്രാർത്ഥന എത്രത്തോളം നീളാമോ അത്രത്തോളം നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമെന്നുള്ളത് ഞാൻ നിങ്ങൾ ഓർത്തുകൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ദീർഘമായ പ്രാർത്ഥന. ഇതുപോലെ ഈ 9-ാം അധ്യായത്തിലെ ദീർഘമായ പ്രാർത്ഥന പോലെ മറ്റ് 2 വ്യക്തികളുടെ പ്രാർത്ഥന നമുക്ക് ദീർഘമായി കാണാൻ കഴിയും. മനസ്സിലായോ? ഇവിടെ ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ ദാനിയേലിന്റെ ദീർഘമായ പ്രാർത്ഥന പോലെ മറ്റ് 2 വ്യക്തികളുടെ പ്രാർത്ഥനയും ഇതുപോലെ ദീർഘമായിരിക്കുന്നത് കാണാൻ കഴിയും. അതും 2 പുസ്തകങ്ങളുടെ 9-ാം അധ്യായം തന്നെയാണ്. എവിടെ അതൊക്കെ രസകരമാണ് പഠിക്കാൻ. ഒന്ന് എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം. അതിൽ എസ്രായുടെ പ്രാർത്ഥന ദീർഘമാണ്. ദീർഘമായ പ്രാർത്ഥന കാണാൻ കഴിയും. അടുത്ത പ്രാർത്ഥന നെഹമ്യാവിന്റെ പ്രാർത്ഥനയാണ്. അത് നെഹമ്യാവിന്റെ പുസ്തകം, നെഹമ്യാവിന്റെ അല്ല, ഇസ്രായേലിന്റെ 9-ാം അധ്യായം. അപ്പോൾ നോക്ക്, ദാനിയേൽ 9, എസ്ര 9, നെഹമ്യാവ് 9. ഈ 3 9കളിലും ദീർഘമായ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിട്ടു. ഇനി രണ്ടാമത്, ഈ പ്രാർത്ഥനയിലെ രണ്ടാമത്തെ പ്രത്യേകത ആത്മീയ കാര്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രാർത്ഥന. ഞാൻ അതിനെ പല വാക്യങ്ങളൊക്കെ ഇവിടെ എല്ലാമൊന്നും ഇവിടെ എടുത്തുദ്ധരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ദീർഘമായ പ്രാർത്ഥനയിൽ ഒരിടത്തു പോലും തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ദാനിയേൽ ചെയ്യുന്നില്ല. നമ്മളിന്ന് പ്രാർത്ഥന തുടങ്ങുന്നതേ അല്ല. ഞാൻ ചില തമാശ നിങ്ങൾ പറയാം, ആടലയ്ക്കുന്നത് പോലെ ആടലയ്ക്കുന്നു. ആടെങ്ങനെ അലയ്ക്കുന്നു? മേമേന്നല്ലേ. തരണമേ, വിടുവിക്കണമേ, സൗഖ്യമാക്കണമേ, കൊടുക്കണമേ, എല്ലാം ഈ ശരീരത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അപേക്ഷകളാണ് നമ്മൾ നടത്തുന്നത്. ഈ പ്രാർത്ഥനയിൽ അങ്ങനെ ഒറ്റ വാചകമില്ല. ജനത്തെ ആത്മീയമായി ഉദ്ധരിക്കാൻ ആവശ്യമായ ആത്മീയ കാര്യങ്ങളാണ് ദൈവത്തോട് ദാനിയേൽ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന നമ്മുടെ യേശുവിന്റെ യോഹന്നാൻ 17 ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ കാണാൻ കഴിയും. അതുപോലെ പൗലോസിന്റെ 4 പ്രാർത്ഥനകൾ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. എവിടെയൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. ആരെങ്കിലും എഴുതുന്നെങ്കിൽ എഴുതിക്കൊള്ളട്ടെ. പൗലോസിന്റെ 4 പ്രാർത്ഥനകൾ. ഒന്ന്, എഫേസ്യർ 1:15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർ തന്നെ 3:14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ.
ഫിലിപ്പിയർ 1:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, കൊലോസ്യർ 1:9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ 4 പ്രാർത്ഥനകളാണ് എഴുതപ്പെട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ പ്രാർത്ഥനകൾ മുഴുവൻ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. പൗലോസ് അവിടെ ഒരിടത്തു പോലും ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. എന്റെയും മതമാണ്, എന്റെയും പക്ഷമാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ ആ കാര്യം ഞാൻ വിടുകയാണ്. നമ്മളിപ്പോ എപ്പോഴും ഞങ്ങളുടെ അച്ഛന് രോഗമാണ്, അല്ലെങ്കിൽ എന്റെ മൂക്ക് രോഗമാണ്, സൗഖ്യം വേണ്ട. ഒറ്റ പ്രാവശ്യം ആ കയ്യിലേക്ക് സമർപ്പിച്ചിട്ട് പിന്നെ എന്ത് ചെയ്താൽ മതി, സ്തോത്രം ചെയ്തേക്കാം. അത് ചെയ്യുമോ? പിന്നെയും സൗഖ്യം സൗഖ്യം അങ്ങനെ അത് കേട്ടെന്നേ. പുള്ളിയത് കേട്ടു, പുള്ളിയുടെ ഫയലിൽ അത് സ്വീകരിച്ചു കഴിഞ്ഞു. ഒന്നുകിൽ ഈ പുള്ളി മരിക്കും, അല്ലെ പുള്ളി ജീവിക്കും. പുള്ളിയുടെ ഫയലിൽ അത് സ്വീകരിച്ചു. ഇനി പിന്നെയും ഒന്ന് പ്രാർത്ഥിക്കണ്ട, പിന്നെ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ആ വിഷയത്തിനായിട്ട് സ്തോത്രം മതി. ഇന്ന് അങ്ങനെ തുടങ്ങാം. അപ്പൊ നമുക്ക് ഒത്തിരി സമയം കിട്ടും, പുള്ളിക്കും സമയം കിട്ടും. മനസ്സിലായില്ലേ? പോട്ടെ, ആ ഭാഗം ഞാൻ വിടുക. മൂന്നാമത് ഈ പ്രാർത്ഥനയിൽ കാണാൻ കഴിയുന്ന കാര്യം, തന്നെ താൻ താഴ്ത്തി, കേൾക്കുക, ഹൃദയമൂർക്കത്തോടുകൂടെ പ്രാർത്ഥിക്കണം. തന്നെ താൻ താഴ്ത്തി ഹൃദയമൂർക്കത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. 9-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അതെങ്ങനെ അറിയാം? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഉപവസിച്ചും രട്ടെടുത്തും എന്നേറിയിരുന്നു. പഴയ നിയമ ഭക്തന്മാർ ദൈവസന്നിധിയിൽ അവരെ തന്നെ താഴ്ത്തുന്നതിന്റെ പ്രതീകമായിരുന്നു ഈ വെണ്ണീരിലിരിക്കുക, രട്ടുടുക്കുക, ഉപവസിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ദൈവസന്നിധി ചെല്ലുമ്പോൾ എന്ത് വേണം? ഹൃദയമുറുക്കം വേണം. കർത്താവ് എന്താ പറഞ്ഞത്? തകർന്ന ഹൃദയത്തെ നിരസിക്കയില്ല, തകർന്നു മുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ. അപ്പൊ തന്നെ നിങ്ങളുടെ ഹൃദയത്തോടോ ദൈവം എതിർത്താണ് നിൽക്കുന്നത്. അപ്പൊ ദൈവസന്നിധി വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തോടുകൂടെ അല്ല വരുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാത്തിനോടും ഞാൻ പറയുക, ഞാൻ ഉൾപ്പെടെ ദൈവസന്നിധി വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി വരണം. നമ്മുടെ ഇരിപ്പിൽ പോലും ആ താഴ്മ, അങ്ങനെ ഏറെ ഒരു മതം അതാ, നമ്മുടെ ഇരിപ്പിൽ പോലും ആ താഴ്മ വെളിപ്പെടണം. ചിലര് ഇവിടെ ഇല്ല കേട്ടോ, ആരെയും കണ്ടില്ല, അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ പറയുക. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ പാന്റിന്റെ പോക്കറ്റിൽ നിർത്ത്. എല്ലാം മെസ്സേജ് വന്നോ ആരെയും വേണ്ടേ, 2 മണിക്കൂറിനുള്ളിൽ ആരും ചത്തുപോകത്തില്ല. എന്തെയാണോ പള്ളിയിൽ വില്ലേജാണ്, ആരും ചത്തുപോകുകയില്ല. ഇനി ചത്താൽ തന്നെ ഉടൻ കുഴിച്ചിടുകയും. പറയുന്ന മനസ്സിലാക്കണം, നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കണം. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ അപ്പന്റെ അടുക്കലാണ്. സ്വർഗം എന്റെ സുഖാസനവും, ഭൂമി എന്റെ എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യുന്നു? കടാക്ഷിക്കുന്നു. മൂന്നാമത് ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന, ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിന്റെ 4-ാം വാക്യത്തിൽ അതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിലും അത് വേണം. എന്താണ് ദൈവത്തിന്റെ വിശ്വസ്തത? സംശയാലുക്കളായിട്ട് എന്ത് ചെയ്യരുത്. ഇപ്പൊ നമുക്ക് മഴയില്ല, ഇതുപോലെ മഴയില്ലാതിരുന്നു വരണ്ട സമയത്ത് സഭാകുള്ളിലേക്ക് 4-5 പേര് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. മഴയ്ക്ക് യേശു പറഞ്ഞു, എന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് ലഭിച്ചുവെന്ന്. അത് വാഗ്ദത്തം. ഈ 4-5 പേര് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ കരഞ്ഞിട്ട് വിളിച്ചു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇറങ്ങാൻ നേരത്ത് അതിലൊരാള് കഥയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരുന്ന കൊടയെടുത്തപ്പോൾ ഒരാൾ ചോദിക്കുക, ഒരു പ്രാർത്ഥിച്ച ഒരാൾ ചോദിക്കുക, ആ കൊടയും കൊണ്ടാണോ വന്നത്? അപ്പൊ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥന മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതല്ലേ. അപ്പോൾ ഈ പുള്ളി, ഇവ പ്രാർത്ഥിച്ചൊന്നും ഉടനെ മഴ എവിടെ വരും? ഞാൻ പറഞ്ഞതിന്റെ സാധനം ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ.
നമ്മൾ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെന്ന് പറഞ്ഞാൽ പോരാ, ആ വിശ്വസ്തതയിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞേ പോകുന്നുള്ളൂ. അഞ്ചാമത്, ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. മൂന്നാം വാക്യം നമ്മളത് കണ്ടു. ഉടൻ ഞാൻ ദൈവത്തിങ്കിലേക്ക് എന്റെ മുഖം തിരിച്ചുകൊണ്ട്, ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. കർത്താവ് സങ്കീർത്തനം 27-ന്റെ 8, 9, 34-ന്റെ 5 ഇവിടെയൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: എന്റെ മുഖം അന്വേഷിപ്പീനെന്ന്. അതും വായിച്ചിട്ടില്ല. നിങ്ങൾ നിന്ന് ആ മധ്യഭാഗമൊന്നും മിണ്ടുന്നില്ല. അപ്പനെയമ്മേ, എന്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന. അടുത്ത വാക്ക്: ദൈവമേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കണം. കൽപ്പന വന്നോടും തന്നെ തിരിച്ചുള്ള മറുപടി, പ്രതികരണം: ദൈവമേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കണം. ഇതിന്റെ ഇടയിൽ അതും പറയുക, നമുക്ക് പലപ്പോഴും ഇത് കേൾക്കാൻ പറ്റുന്നില്ല. അതാ കുഴപ്പം. അവിടുന്ന് കൽപ്പന വരുന്നുണ്ട്, അകപ്പാട് വരുന്നുണ്ട്. എന്റെ മുഖം അന്വേഷിക്കുക, എന്റെ മുഖം അന്വേഷിക്കുക, എന്റെ മുഖം നമുക്ക് കേൾക്കുന്നില്ല. അപ്പൊ തിരിച്ച് ദൈവത്തിന് കേൾക്കാൻ കഴിയുന്ന ശബ്ദം എന്താണെന്നറിയാമോ? ദൈവമേ, അങ്ങ് സംസാരിക്കുന്ന ആ പുള്ളി ആ ശബ്ദത്തിന്റെ പരിധിക്ക്. നമ്മൾ ചിലരെയൊക്കെ ഫോണിൽ വിളിക്കുമ്പോഴാണ് നിങ്ങൾ വിളിക്കുന്ന ആള് പരിധിക്ക്. ഇന്ന് നമ്മുടെ ഇടയിൽ നല്ല പങ്ക്, ഒന്നും തോന്നരുത്, നമ്മുടെ ഇടയിൽ നല്ല പങ്ക് ആത്മീയമൊക്കെ മുന്നിൽ കാണിക്കുന്നുണ്ട്. നല്ല പങ്കും പരിധിക്ക് പുറത്താണ്. ഈ അകപ്പാടുകളൊന്നും കേൾക്കാൻ അവർക്ക് കഴിയുന്നില്ല, പരിധിക്ക് പുറത്താ. എന്നാൽ ഇവിടെ വായിക്കുന്നു: എന്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു. പുത്തൻ മറുപടിയാണ് എന്ന്. ദൈവമേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. ദാനിയേലിന്റെ പ്രാർത്ഥന. ഇനിയും അടുത്തത് ദാനിയേലിന്റെ മറ്റൊരു പ്രാർത്ഥനയിലെ അപേക്ഷ. ദൈവത്തിന്റെ നന്മയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നന്മയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെയായിരുന്നു ആ നന്മ? ഞാൻ തന്നെ അങ്ങ് പറയാം. വാക്യം 4 പരിപാലിക്കുന്ന ദൈവത്തെ കുറിച്ച് പറയുന്നു. 7-ാം വാക്യത്തിൽ നീതിയുള്ള ദൈവത്തെ കുറിച്ച് പറയുന്നു. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ കരുണയും മോചനവുമുള്ള ദൈവത്തെ കുറിച്ച് പറയുന്നു. 9-ാം വാക്യം. ഇനി അതിന്റെ 14-ാം വാക്യത്തിൽ സകല പ്രവൃത്തികളിലും നീതിമാനാകുന്ന ദൈവത്തെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ദൈവത്തിന്റെ നന്മയാണ് കാണുന്നത്. അപ്പോൾ ആ നന്മ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ തോന്നും ഒരു കാലത്ത് പോലും ഉള്ളിൽ നിന്നൊരു നന്മയും നമ്മൾ അങ്ങനെ ഒരു നന്മയും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത മട്ടില്ല. അല്ല, നന്മ എണ്ണി എണ്ണി പറയുക. ഇനി 9-ാമത്തെ ആ പ്രാർത്ഥനയുടെ 9-ാമത് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്താണ് ആ മഹത്വം? ഞാൻ വേഗത്തിലൊക്കെ പറയാം. 4-ാം വാക്യത്തിൽ മഹാനും ഭയങ്കരനുമായ ദൈവം, മഹത്വം കൊടുക്കുക ദൈവത്തിന്. 2-ാമത് അടുത്ത എല്ലാം നിന്റെ 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 എന്നാ പറയുന്നത്. കേൾക്കുക. 5-ാം വാക്യം നിന്റെ കൽപ്പനകളും വിധികളും. 6-ാം വാക്യം നിന്റെ നാമത്തിൽ. 6-ാം വാക്യം നിന്റെ ദാസന്മാർ. 7-ാം വാക്യം നിന്റെ നീതി. 9-ാം വാക്യം നിന്റെ കരുണയും മോചനവും. 10-ാം വാക്യം യഹോവയുടെ വചനം. 16-ാം വാക്യം നിന്റെ വചനം. 17 നിന്റെ വിശുദ്ധ മന്ദിരം. 17 നിന്റെ മുഖം. അതുപോലെ 18 നിന്റെ സന്നിധി. 19 നിന്റെ നാമം. ഇവിടെയൊന്നും എന്തില്ല? എന്റെ ഇല്ല. ഇവിടെ ഒന്നും എന്റെ ഇല്ല. നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോൾ എന്തോ പറയും? എന്റെ, ഞാൻ എന്റെ. ഇത് മുഴുവൻ നിന്റെ നിന്റെ. ദൈവത്തിന് പൂർണ്ണമായ മഹത്വം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടുത്തത് ഈ പ്രാർത്ഥനയിലെ പ്രത്യേകത. പ്രാർത്ഥനയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ ആ ഭാഗം നിങ്ങൾ നോക്കിയാൽ മതി. അത് ഒരിടത്തല്ല. ആ 9-ാം അധ്യായത്തിലെ 3 മുതലുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനം ചെയ്ത ഓരോ പാപങ്ങളും ഈ ദാനിയേൽ ഏറ്റുപറയുന്നതായി നാം കാണുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? പാപങ്ങൾ ഏറ്റുപറയണം.
ഒരു വ്യത്യാസം ഞാൻ പറയാൻ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാവുന്നതാണ്. രക്ഷിക്കപ്പെടുമ്പോൾ എന്താവശ്യമില്ല? പാപങ്ങൾ ഏറ്റു പറയേണ്ട ആവശ്യം ഇല്ല. എന്തേറ്റു പറഞ്ഞാൽ മതി? അങ്ങനെയൊക്കെ ഏത് രക്ഷിക്കപ്പെട്ടത്? അങ്ങനെ എന്തു മതി? പാപിയാണെന്ന് ഏറ്റ് വ്യത്യാസം മനസ്സിലാക്കി. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ പാപിയാണെന്ന് ഏറ്റു പറഞ്ഞാൽ മതി. എന്നാൽ രക്ഷിക്കപ്പെട്ടവൻ ഓരോ ദിവസവും ജീവിതത്തിൽ വരുന്ന ഓരോ പാപങ്ങളും എന്ത് ചെയ്യണം? ഏറ്റുപറയണം. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ചെയ്യുന്നതെല്ലാം കൂടി പറഞ്ഞു. ഇന്നലെ കൺഫർമേഷനോടും കൂടെ അത് സൂക്ഷിച്ചു. അത് ഇനിയിപ്പോ ഇന്ന് മുതലുള്ളതാണ് കാര്യം. മതി, ഇന്ന് മുതലുള്ള മതി. ഈ രാവിലെ മുതൽ പറഞ്ഞതും എടുത്തതും ഒക്കെ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ഓരോന്നും എന്ത് ചെയ്യണം? ചുമ്മാ ഏറ്റു പറഞ്ഞാൽ പോരാ, പിന്നെ എന്നാ വേണം? പറയാം. നമ്മുടെ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകമേ 28-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തന്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവനെ എന്താ പറഞ്ഞത്? ഞാനായിട്ട് പറയേണ്ടത് കരുതിയാണ്. അവിടെ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഗുണം പിടിക്കത്തില്ലെന്ന, ഇവിടെ ആരാണ്ട് ഗുണം വരികയല്ല. അത് അവരുടെ കുറ്റമല്ല. അവര് പലപ്പോഴും ഗുണം പിടിക്കുകയെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ശരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയെന്ന് പറഞ്ഞാൽ ഗുണം വരികയല്ല. എന്നിട്ട് പറയണം അത് ഏറ്റുപറയുന്നവരെന്ന് തന്നെയല്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ദാനിയേലിന്റെ പ്രാർത്ഥനയിലെ മറ്റൊരു കാര്യം. ഇനി ഏറ്റവും ഒടുവിലായി ഈ പ്രാർത്ഥനയിൽ ദാനിയേല് തന്നെ നീതീകരിക്കാതെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. 20-ാം വാക്യത്തിൽ അത് കാണാൻ കഴിയും. ഇനി അവിടെ ജനത്തിന്റെ പാപത്തോട് താൻ പങ്കാളിയായി തീരുകയാണ്. ഈ ഒന്നാമത്തെ ആ പ്രവാസത്തിലൂടെ ബാബേലിലേക്ക് ഇയാൾ ചെന്നപ്പോൾ ഇയാൾക്ക് വലിയ പ്രായമൊന്നുമില്ല. ഇയാൾ എന്നാ പാപം ചെയ്തിട്ട് അങ്ങോട്ട് പോയത്? അല്ല, പിതാക്കന്മാരാ പാപം ചെയ്ത്. എന്നാൽ നമ്മളാണ് എന്തോ പറഞ്ഞത്? എന്നാ പറയാ ആൾക്കാർ പറയുന്നത് കേൾക്കണം പോലെ ഞാൻ കേട്ടിട്ടുള്ളത്. ഞങ്ങൾ ഈ കുടുംബം അനുഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങളുടെ തന്തയുടെ ദോഷമൊന്ന് പച്ചയ്ക്ക് പറയുന്ന മക്കളുണ്ട്. ഞങ്ങളുടെ തന്തയുടെ ദോഷങ്ങളുണ്ടായിരുന്നു, പറയരുത്. ദാനിയേൽ ഒരിടത്തു പോലും ഈ 9-ാം അധ്യായത്തിലെ പ്രാർത്ഥനയിൽ എന്റെ പിതാക്കന്മാരുടെ പാപം കൊണ്ടായി ഇവിടെ വന്നതെന്ന് പറയുന്നില്ല. അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണെന്നറിയാമോ? കേട്ടോളുക. 5-ാം വാക്യത്തിൽ ഞങ്ങൾ പാപം ചെയ്തു. അവര് പാപം ചെയ്തെന്നല്ല, ഞങ്ങൾ പാപം ചെയ്തു. വീണ്ടും 5-ാം വാക്യത്തിൽ പറയുക, ഞങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ചു. ഞങ്ങൾ ദാനിയേലിനെ അവിടെ ഉൾപ്പെടുന്നു. 5-ാം വാക്യത്തിൽ വീണ്ടും പറയുക, ഞങ്ങൾ മത്സരിച്ചു. ഞങ്ങളാ. പിന്നെ അതിന്റെ 6-ാം വാക്യത്തിൽ ഞങ്ങൾ കേട്ടനുസരിച്ചതുമില്ല. എന്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ കുടുംബത്തിലും സഭയിലും വല്ലതൊക്കെ പ്രശ്നം വന്നാൽ ഒരു പരിചാരനുണ്ട്, ഇല്ലേ? ഒന്നും അറിയാൻ വയ്യാത്തവരെ പോലിരിക്കാൻ ഒരു പരിചാരനുണ്ട്. ചെറുക്കൻ നല്ല മിടുക്കനും ആത്മീയനും കൊള്ളാകുന്നവനും നല്ല ചുണക്കുട്ടനും നല്ലതാണെങ്കിൽ എന്തോ അവനെ കുറിച്ച് പറയുന്നത് അവനാരാ? അടുത്തത് എന്റേതല്ലേ? ഇനി അവന് അനുസരണമില്ലാത്തവരും പഠിക്കാത്തവരും തീരുമാനത്തിലും ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു പരാതി ഭാര്യമെന്ന് പറയുമ്പോ കൂടുതൽ പറയുന്നത് സാധാരണ ഒരു പരിചാരനുണ്ട്. വേണ്ട, ഇതും കൂടി 70 ആഴ്ചവട്ടത്തിൽ പഠിക്കേണ്ട കാര്യമാണല്ലേ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലാകട്ടെ സഭയിലാകട്ടെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ പരസ്പരം പഴിചാരുകയല്ല വേണ്ടത്. അതിന്റെ കാരണം എന്റെയും കൂടെ പാപമാണ്. കുറഞ്ഞ പക്ഷം എന്റെ പ്രാർത്ഥനയുടെ കുറവാണ്, അതൊരു പാപമാണ്. എന്റെയും കൂടെ പാപമാണ്. അതുകൊണ്ട് ദാനിയേൽ തന്നെ നീതീകരിക്കാതെ പ്രാർത്ഥിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്.
ഇനി അടുത്തത് ഇത്രയും കഴിഞ്ഞിട്ടാണ് 70 ആഴ്ചവട്ടങ്ങള് വരുന്നത്. ഈ പ്രാർത്ഥന നടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ഇനി നോക്കിയേ 22-ാം വാക്യം 21-ാം വാക്യത്തിൽ ഞാൻ എന്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന്റെ നേരത്ത് എന്നോട് ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ നോക്കണം. അന്ത്യത്തിൽ ദാനിയേൽ പ്രതീക്ഷിച്ചതിനേക്കാൾ അപൂർവമായ ഒരു മറുപടിയുമായി ദൈവാലയം അയച്ചിരിക്കുക. ഗബ്രിയേലിനെ അയച്ചിരിക്കുക. ഒരു രഹസ്യം വെളിപ്പെടുത്തിയിട്ടുണ്ടാകും. ദാനിയേലിനെ എന്താ വിളിക്കുന്നത്? ഏറ്റവും പ്രിയ പുരുഷൻ ദൈവത്തിന്റെ. ഞാനും പറയട്ടെ, ഇങ്ങനെ പറയട്ടെ, നാം ഒക്കെ ദൈവത്തിന്റെ ഏറ്റവും പ്രിയ പുരുഷനായിട്ടൊക്കെ ജീവിച്ചാൽ പുതിയ വെളിപ്പാട് തരുമെന്നല്ല, ദൈവം തന്റെ രഹസ്യങ്ങളെ നമുക്ക് ഉണ്ടോ? വചനത്തില് ഉണ്ടെന്നേ. ഇവയുമായി എഴുതിയെടുത്ത ആ കമ്മിറ്റിയിൽ ഈ കമ്മിറ്റിയിൽ ഇതെന്നാ ഇത്ര തിരക്ക് പിടിച്ചെഴുതുന്നു. ഇതൊരു പ്രസംഗം ഒന്നിനും കൊള്ളുകയല്ലേ, വരണ്ട പ്രസംഗമായിരിക്കും. പിന്നെ ഏതാണ്ട് പ്രസംഗിച്ചു എന്നുള്ള ഭാവേനെ ഇങ്ങനെ കൊണ്ട് ഇരിക്കും. ആർക്കെന്നെ പ്രയോജനപ്പെട്ടു? രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവ സ്തോത്രം. എവിടെ ഒന്ന് വാക്യം? സങ്കീർത്തനം 25:14 യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമത്തെ അറിയിക്കുമെന്ന മലയാളത്തിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ തന്റെ സീക്രട്ട് അറിയിക്കും. ഹല്ലേലൂയ. തന്റെ സീക്രട്ട് അറിയിക്കും. ദൈവത്തോടുള്ള സഹിത്വത്തിൽ ആര് ജീവിക്കുന്നുവോ ദൈവ വചനത്തിന്റെ സീക്രട്ട് രഹസ്യം ദൈവം അവന് വെളിപ്പെടുത്തി കൊടുക്കും. അത് കേൾക്കുന്നവർക്കറിയാം. ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ ആ സമയത്ത് ഗബ്രിയേൽ ദൂതനെ ഇങ്ങോട്ട് അയച്ചിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വേഗത്തിൽ കടക്കുകയാണ്. സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയം കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ്. ഇനി അതിന്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ജോസ് ഒന്ന് വായിച്ചാൽ. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാതനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ട് നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. ഈ ഒരു പുതിയ ദർശനമായി, പുതിയ ആലോചനയുമായി, പുതിയ രഹസ്യവുമായി ഗബ്രിയേൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. ദാനിയേലിന്റെ അടുക്കൽ വന്നിരിക്കുക. എന്നിട്ട് പറയുകയാണ്, നീ അത് എന്ത് ചെയ്യണം? ഗ്രഹിച്ചു കൊള്ളണം. അതാണ് 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ചുള്ള ആ ദർശനം. ഇനി അത് സംബന്ധിച്ച് ഞാൻ വേഗത്തിൽ ഒന്ന് പറയാം. 70 ആഴ്ചവട്ടങ്ങൾ. ഈ 70 ആഴ്ചവട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ബാബേൽ പ്രവാസകാലം എത്ര വർഷം കൊണ്ട് തീരും? 70 വർഷം കൊണ്ട് തീരും. 70 സംവത്സരം 70 വർഷം കൊണ്ട് തീരും. അപ്പോൾ ഓർക്കേണ്ട കാര്യം, അത് ഇസ്രായേലിന് ഒരു ഭാഗികമായ വിടുതലാണ് ആ 70 വർഷം കൊണ്ട് സാധിക്കുന്നത്. പിടികിട്ടിയോ നിങ്ങൾക്ക്? പൂർണ്ണമായൊരു വീണ്ടെടുപ്പല്ല 70 വർഷം കഴിഞ്ഞ് ഇസ്രായേലിനുണ്ടാകാൻ പോകുന്നത്, യഹൂദയ്ക്കുണ്ടാകാൻ പോകുന്നത്. ഒരു ഭാഗികമായ ഒരു വിടുതലും വീണ്ടെടുപ്പുമാണ് 70 വർഷം കഴിഞ്ഞ് യഹൂദൻ ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ ഇവിടെ കേട്ടോളുക, ഗബ്രിയേൽ ദൂതൻ കൊടുക്കുന്ന 70 ആഴ്ചവട്ടങ്ങൾ 70 വർഷങ്ങളുടെ ഒരു വികസന രൂപമാണ്. ആ വാചകം ഞാനൊന്നുകൂടെ പറയാം. ഗബ്രിയേൽ ദൂതൻ ഇപ്പോൾ കൊടുക്കുന്ന പ്രാർത്ഥനയുടെ ഒടുവിൽ ദാനിയേലിന് കൊടുക്കുന്ന 70 ആഴ്ചവട്ടങ്ങൾ 70 വർഷങ്ങളുടെ ഒരു വികസിത രൂപമാണ്. എന്ന് പറഞ്ഞാൽ 70 വർഷങ്ങൾ കൊണ്ട് ഒരു താൽക്കാലിക വീണ്ടെടുപ്പ് യഹൂദ ജനത്തിനുണ്ടാകുമെങ്കിൽ 70 ആഴ്ചവട്ടം കൊണ്ട് പൂർണ്ണമായൊരു വിടുതൽ, പൂർണ്ണമായൊരു വീണ്ടെടുപ്പ് യഹൂദ ജനത്തിനുണ്ടാകുമെന്നുള്ളതാണ് 70 ആഴ്ചവട്ടങ്ങളുടെ ഈ കണക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് 70 ആഴ്ചവട്ടങ്ങളുടെ നിയമനം.
എന്ന് പറഞ്ഞാൽ 70 ആഴ്ചവട്ടങ്ങൾ ആർക്കാണ് നിയമിച്ചത്? അതങ്ങനെ ചോദിക്കാൻ കാര്യമാണ്. ഇന്നിപ്പോ പഴയ നിയമം മുതലേ സഭയുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. സഭ പഴയ നിയമത്തിലുണ്ട്. ആദാമെല്ലാം ഈ സഭയുടെ അംഗമാണ്. ഇനി എന്റെ വിഷയം സഭയല്ലാത്തതുകൊണ്ട് ഇനി അതിന്റെ പുറകെ പോയാൽ പിന്നെ സമയം പോകും. ഇനി നമ്മൾ 3 ദിവസത്തെ ക്ലാസ്സും കൂടെ വെക്കണം. അപ്പൊ പിന്നെയും നമ്മുടെ സഭയിലെ യോഗങ്ങളൊക്കെ അതുകൊണ്ട് മുടക്കേണ്ടി വരും. അത് വേണ്ട. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാതെ പറയുകയാണ്, ആദാം മുതലുള്ളൊരു സഭയിലുണ്ടെന്ന് പഠിപ്പിക്കുന്നവര് ഈ 70 ആഴ്ചവട്ടം ആർക്കുള്ളതാണെന്നാണ് ചിന്തിക്കുന്നത്? സഭയ്ക്കുള്ളതാണെന്നാണ് ചിന്തിക്കുന്നത്. എന്റെ പൊന്നു സഹോദരി സഹോദരന്മാർ, യുവതിയുവാക്കൾ മനസ്സിലാക്കണം, ഈ 70 ആഴ്ചവട്ടങ്ങൾ എന്നുള്ളത് സഭയുമായി യാതൊരു ബന്ധവും ഇല്ല. ഇതാർക്കാണ് നിയമിച്ചതെന്നുള്ളത് അതിന്റെ 24-ാം വാക്യത്തിലുണ്ട്. ഒന്ന് വായിച്ചാട്ട് ജോസ്. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 70 ആഴ്ചവട്ടം 70 ആഴ്ചവട്ടം ആർക്ക്? നിന്റെ ജനത്തിനും പിന്നെ വിശുദ്ധ നഗരത്തിൽ. ആരുടെ ജനം? ദാനിയേലിന്റെ ജനം. അതാര്? യഹൂദ ജനം. അപ്പോൾ നിയമിച്ചതാർക്ക? സഭയ്ക്കാണോ യഹൂദനാണോ? യഹൂദൻ. സഭയ്ക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും വ്യക്തമായിട്ടല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഊഹാമോഹമല്ലല്ലോ. നിന്റെ ജനത്തിലും വിശുദ്ധ നഗരത്തിലും 70 ആഴ്ചവട്ടങ്ങൾ നിയമിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി പറയുമ്പോൾ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ 70 ആഴ്ചവട്ടങ്ങൾ നിയമിച്ചിരിക്കുന്നത്. അത് രണ്ടും യഹൂദനോടുള്ള ബന്ധത്തിലാണ്. നിന്റെ ജനത്തിന് അത് യഹൂദ ജനം, 2 വിശുദ്ധ ജനം, വിശുദ്ധ നഗരത്തിന്. അതേതായി വിശുദ്ധ നഗരം? ശരി. ഈ കഴിഞ്ഞിടയിലൊക്കെ നമ്മുടെ ആളുകൾ വിശുദ്ധ നാട് കാണാൻ പോകുമായിരുന്നു. അപ്പൊ നമ്മുടെ ഇടയിൽ തന്നെ ഒരു വലിയ അഭിപ്രായ വ്യത്യാസവും ചോദ്യവും മറിച്ചിട്ടുമുണ്ട്. വിശുദ്ധ നാടെന്ന് അതിന് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള മറുപടി എനിക്കില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും. ഒരു വിഷയം, നഗരം ഇന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു മതിലുമില്ലാതെ കിടക്കുക അല്ലെ, ദൈവാലയവുമില്ല, അതും തകർത്തു ബാബേൽ നെബൂഖദ്നേസർ. എന്നിട്ടും വിളിക്കുന്നെന്തുവാ? അത്രയും പറഞ്ഞ ആ ഭാഗം ഞാൻ അറിയില്ല. അപ്പോൾ ഇത് നിയമിച്ചിരിക്കുന്നത് 2 കാര്യമാണ്. ഒന്ന് യഹൂദ ജനത്തിന്, 2 വിശുദ്ധ നഗരത്തിന്. ഈ 2 കാര്യത്തിന് നിയമിച്ചത് ഇത് സഭയുമായിട്ട് ഒരു ബന്ധവുമില്ലെന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ വിവരിക്കാതെ വേണം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. ഞാനൊരു കാര്യം കൂടെ പറയാം. എന്താണ് ഈ ആഴ്ചവട്ടം? ഈ ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ, ആഴ്ചവട്ടം എന്ന വാക്കിന് എബ്രായ പദം ഷാബുവ എന്നാണ്. ഞാൻ ആ സ്പെല്ലിംഗ് പറയാം. SHABUA, ഷാബുവ എന്നാണ് ആഴ്ചവട്ടം എന്നതിന്റെ എബ്രായ പദം. ഷാബുവായുടെ അർത്ഥം തന്നെ 7 എന്നാണ്. എന്താണ്? 7 എന്നാണ് അതിനർത്ഥം. അങ്ങനെയെങ്കിൽ ഈ മലയാളത്തിൽ 70 ആഴ്ചവട്ടങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറയേണ്ടത് എങ്ങനെയാ? 70 അതാണ് 70 ഏഴുകൾ. എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതിനാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ 70 ആഴ്ചവട്ടം എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ ശരിയായിരിക്കുന്ന പദം 70 ഏഴുകൾ എന്നാണ്. അപ്പോ ഇനി ഈ കാര്യം കൂടി ഉള്ളൂ. എന്റെ സമയം പറഞ്ഞ സമയത്തിന് 5 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് പറയേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ബൈബിളിൽ 70ന്റെ പ്രത്യേകതയുണ്ട്. 70 എന്തുണ്ട്? പ്രത്യേകതയുണ്ട്. ആ 70ന്റെ പ്രത്യേകത കണക്കിലെടുത്തു വേണം നമ്മൾ ഇത്
ചിന്തിക്കേണ്ടത്. എന്താണ് 70-ന്റെ പ്രത്യേകത? ഒന്ന്, യാക്കോബിനോട് കൂടെ മിസ്രൈമിൽ വന്നവർ 70 പേരായി. ഉൽപ്പത്തി 46-ന്റെ 27-ാം വാക്യം. യാക്കോബിനോട് കൂടെ മിസ്രൈമിൽ വന്നവർ 70 പേർ. ഉൽപ്പത്തി 46-ന്റെ 27. രണ്ടാമത്, മരുഭൂമിയിൽ മോശയെ ഭരണകാര്യത്തിൽ സഹായിപ്പാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് അത് സംഖ്യാപുസ്തകം 11-ാം അധ്യായം 16-ാം വാക്യമാണ്. സംഖ്യ 11-16. മൂന്നാമത്, ഇപ്പോൾ ചിന്തിക്കുന്നത് പോലെ ബാബേൽ പ്രവാസം 70 വർഷമായി. ബാബേൽ പ്രവാസം 70 വർഷമായി. യെരമ്യ 25-ന്റെ 11-12. ഇത്രയും പഴയ നിയമത്തിലെ 70-കളാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിപ്പാൻ യേശു തെരഞ്ഞെടുത്തു വിട്ടത് അല്ല, ഞാൻ നിർത്തിയത് മറ്റൊന്നും ഇവിടുന്ന് അനക്കം. സുവിശേഷമൊന്നും വായിക്കുന്നില്ല. ദൈവരാജ്യത്തിന്റെ സന്ദേശം അറിയിപ്പാൻ തെരഞ്ഞെടുത്തു വിട്ടത് 70. അവിടെയും ആ 70 കാണുന്നുണ്ട്. എവിടുണ്ട്? ലൂക്കോസ് 10-ാം അധ്യായം 1-ാം വാക്യമാണ്. ഇനി ക്ഷമിക്കുന്നതിനുള്ള കൽപ്പന യേശു തന്നു. മത്തായി 18. പത്രോസ് ചോദിച്ചു, 7 പ്രാവശ്യം ക്ഷമിച്ചാൽ. പരീശന്മാരൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഇവരുടെ ഉപദേഷ്ടാക്കന്മാര് 3 വട്ടം ക്ഷമിക്കണം. 3. 1 നേരം, 2 നേരം, 3. ഇന്ന് 1 പ്രാവശ്യം പോലും ചെയ്യുകയല്ല. ശരി പറയുന്നത് എന്താണെന്നറിയാം? ഞാനതന്നെ നമ്മുടെ ആത്മീയ ഭാഷയിൽ പറഞ്ഞേ, ഞാനതന്നെ വിട്ടുകളെ. പക്ഷെ മറന്നു. ഞാനത് വിട്ടു, എന്നാൽ അത് ഞാൻ ഏറ്റവും ഒടുവിൽ ഒരാപ്പും കൂടെ വയ്ക്കും. എന്നാ ചത്താലും ഞാന് അതാ ചിലവ് ചാകാൻ കിടന്നിട്ട് ചാകാതെ ചത്താലും പറഞ്ഞു. ഓക്കെ, യേശു എന്നാ പറഞ്ഞത്? 7 അല്ല 70 വട്ടം ക്ഷമിക്കാം. ഇനി ഇവിടെ ഒരു വാക്ക് നമ്മൾ ഗുണിക്കും, ഇരട്ടിപ്പിക്കാൻ എടുക്കല്ല. നമ്മളല്ലേ എന്തിനാ പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? ഇരട്ടിപ്പിക്കും. 7 70 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? 7 ഗുണം നമ്മൾ ഇരട്ടിപ്പിക്കല്ലേ. ഇരട്ടിപ്പിക്കാൻ കൊടുത്തു പറഞ്ഞിട്ടേ പോയി മുണ്ടാതിരിക്കുമല്ലോ. അപ്പോൾ ഇരട്ടിപ്പിക്കാനാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇത് ഇരട്ടിപ്പിക്കുക. 70 ഗുണം 7 സമം എത്ര പ്രാവശ്യം? 400. അയ്യോ കഷ്ടം. എന്റെ യേശു അങ്ങനൊന്നുമല്ല പഠിപ്പിച്ചത്. 7 എന്ന് പറഞ്ഞാൽ പൂർണ്ണത അല്ലേ മോനെ? അങ്ങനല്ലേ പഠിച്ചത്? 7 പൂർണ്ണം എന്ന് പറഞ്ഞാൽ നീ നിന്റെ സഹോദരനോട് പൂർണ്ണമായും ബാലൻസ് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. സ്തോത്രമൊക്കെ പറയാം. സ്തോത്രം. നീ ബാലൻസ് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പൂർണ്ണമായും ക്ഷമിക്കണം. അവിടെ ആ 70 നമുക്ക് കാണാൻ കഴിയും. നിർത്തണ്ട വേഗത്തിൽ. അടുത്തത് 6-ാമത് വേറൊരു 7 ഒരു ശബത്ത് ദിനം മുതൽ പിറ്റേ ശബത്ത് ദിനം വരെയുള്ള എത്ര ദിവസമാണ്? 7 ദിവസം. പുറപ്പാട് പുസ്തകം 20-ന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യം. പുറപ്പാട് 20-ന്റെ 8 മുതൽ 11 വരെ വാക്യം. ഒരു ശബത്ത് ദിനം മുതൽ പിറ്റേ ശബത്ത് ദിനം വരെയുള്ള 7 ദിവസങ്ങളിൽ അത് 7ആണ്. അതിന് ശബത്ത് ദിനമെന്നാണ് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി 7-ാമത് 7 വരുന്ന 7-ാമത്തെ കാര്യം ശബത്ത് സംവത്സരമാണ്. എന്താണ് ശബത്ത് സംവത്സരം? ഒരു ശബത്ത് സംവത്സരം മുതൽ അടുത്ത ശബത്ത് സംവത്സരം വരെയുള്ള എത്ര വർഷം? 7 വർഷം. 7 വർഷം. അത് നാം തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. 7 വർഷം.
ഇനിയും ഒടുവിലായി അത് ശബത്ത് സംവത്സരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗം ഞാൻ വാക്യം പറയാം. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും 25-ന്റെ 8-ഉമാണ്. ഏറ്റവും ഒടുവിൽ 7 വരുന്ന 70 വരുന്ന 7 വരുന്ന ഏറ്റവും ഒടുവിലത്തെ കാര്യം 7 കൂടുന്ന സംവത്സരങ്ങളെ 7 കൂടുന്ന സംവത്സരങ്ങളെ എത്ര സംവത്സരം? 49 സംവത്സരം. ആ സംവത്സരത്തിന് എന്താ പറയുന്നത്? യോവേൽ സംവത്സരം അല്ലെങ്കിൽ ജൂബിലി സംവത്സരം എന്നും അതിന് പറയും. ഞാൻ ഇത്രയും ഓർപ്പിച്ച് അവസാനിപ്പിക്കുന്നത് അത് നമുക്ക് ആ ലേവ്യ പുസ്തകം 25-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ 7-നും 70-നും വളരെ പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 70 ആഴ്ചവട്ടത്തിന് വളരെ പ്രാധാന്യം ദൈവം കൊടുത്തിട്ടുണ്ട്. അത് കർത്താവ് അനുവദിച്ച നാളെ നിങ്ങൾ വരുമ്പോൾ നമുക്ക് ധാരാളമായി പഠിക്കാൻ കഴിയും. ഇങ്ങനെ ഇതുവരെ 70 ആഴ്ചവട്ടത്തിന്റെ അവിടം വരെ ചെന്നോളല്ലോ എന്ന് ആരും പാടപ്പെട്ടു. ഇത്രയും കാര്യം കിട്ടിയില്ലേ? ഇതിനു മുമ്പ് രണ്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇരിപ്പ് കണ്ടാൽ തോന്നുന്നു മൊത്തം നേരത്തെ കിട്ടിയതാണ്. ചുമ്മാ അപ്പൊ കിട്ടിയല്ലോ. അപ്പൊ ഇതിന്റെ ബാക്കി ദൈവം അനുവദിച്ച് നാളെ കിട്ടും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ വരണം. കസേരയില്ലെന്ന് വിചാരിക്കേണ്ട. ഇവിടെ വിശാലമായ ഒരു ഹോളുണ്ട്. ഇവിടെ കസേരയിട്ട് കൊടുക്കാം. അതുകൊണ്ട് ഇന്ന് ദൈവം നമ്മെ കേൾപ്പിച്ച ആലോചനകൾക്കായും ദൈവത്തിന്റെ പദ്ധതിക്കായും ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാൻ കർത്താവിന്റെ നാമം പാടുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ദൈവവചന പഠനത്തോടുകൂടി നമുക്ക് ഗ്രഹിക്കുവാൻ ലഭിക്കാൻ ദൈവവിടെയാക്കി ഓർത്തിരുത്തെ സ്തുതിക്കുന്നു. എന്റെ കാതലായ വിഷയത്തിലേക്ക് നാളെ മറ്റന്നാൾ മുൻപ് കടത്തുവാനായിട്ട് സാധിക്കും. എന്നാൽ ഏറ്റവും അതിപ്രധാനമായ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയ സത്യങ്ങളാണല്ലോ നമുക്ക് ലഭിച്ചത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. കടന്നു വന്ന എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുകയും ഒരിക്കൽ കൂടെ ഞാൻ ഓർക്കുകയായിരുന്നു. പുത്തൻകാവ് മുതൽ മലപ്പള്ളി നോർത്ത് മുപ്പൂർ വരെയുള്ള ഇരമക്കാട് മുതൽ ഇങ്ങോട്ടുള്ള സംസ്ഥാനപ്പെട്ട പ്രിയപ്പെട്ടവരെ കുമ്മനാട് സ്ഥലങ്ങളുടെ നല്ലൊരു കൂട്ടം പ്രിയമക്കളെ അതിലൊക്കെ ആ നിലയിൽ കടന്നു വരുവാൻ ഇടയായി. കടന്നു വന്ന എല്ലാവർക്കായി ഇതിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ പ്രതീക്ഷയിൽ കൂടുതൽ ആളുകൾ ഞാൻ നോക്കി ഏകദേശം 125 സൗകര്യ സഹോദരന്മാർ കുഞ്ഞുകുൾപ്പെടെ ഇവിടെയുണ്ട്. അതിൽ ഞങ്ങൾ സീറ്റ് ക്രമീകരണം ചെയ്തത്. സീറ്റിലൊന്നും ആരും ബുദ്ധിമുട്ടണ്ട. നാളെ കുറെ കൂടെ സീറ്റ് ക്രമീകരണം ചെയ്യുന്നതായിരിക്കും. കഴിവത് പ്രിയപ്പെട്ട കടന്നു വരുവാനും അതിൽ മുഹൂർത്തപ്പെടുത്തുവാൻ ഇടയാകട്ടെ. എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. കടന്നു വന്ന എല്ലാവർക്കും ഒരു ഗ്ലാസ് ചായ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലൂടെ കഴിഞ്ഞ എല്ലാവരും പോകാം, വെളിയിലേക്ക് ഇറങ്ങി അതിനെ കുറിച്ച് പോകാവൂ എന്നൊരു പ്രതി. മഴയൊക്കെ ആണല്ലോ. ഇനി നമ്മള് വീട്ടിലൊക്കെ ചെല്ലും അല്പം താമസിക്കും. അതുകൊണ്ട് കഴിഞ്ഞ് എല്ലാവരും പോകാവൂ എന്നൊരു പ്രത്യേകം ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. നാളെ കൃത്യം 6 തന്നെ പാട്ട് ആരംഭിക്കുന്നതായിരിക്കും. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ഈ സംസ്ഥാനത്തോടായിരിക്കുന്ന പ്രിയ റോയിച്ചായ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുക. വീണ്ടും കർത്താവേ, ഈ പയ്യ വേളയിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി കർത്താവെ നാളുകളെ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ കർത്താവെ ഇന്ന് ഈ നിലയിൽ ബൈബിൾ ക്ലാസുകൾ നടക്കുവാൻ കർത്താവിടെ അതിനായിട്ട് നൽകുകയും സാഹചര്യങ്ങളൊപ്പം പ്രയാസമായിരുന്നു. വൈകിട്ട് മഴയുടെ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രത്തോളം ദൈവജനങ്ങളെ ഒന്ന് കൂട്ടിവരുത്തിയത് അതിനായിട്ട് ഞങ്ങൾ കർത്താവിന്റെ ദാസനായി സ്തോത്രം. നൽകപ്പെട്ട വചനങ്ങളെ കേൾപ്പിച്ചല്ലോ അതിനായി സ്തോത്രം. 70 ആഴ്ചവട്ടത്തെ കുറിച്ച് കർത്താവെ കേൾക്കുവാനായിട്ട് ഇടയായി. കർത്താവെ ദൈവത്തിന്റെ ആ വലിയ മുൻകൂർ അവിടുത്തെ വാക്ക് അതെ ആ മുൻകൂർ താൻ പറഞ്ഞെങ്കിലും തന്റെ അനുസരിക്കാതെ ദൈവവചനത്തെ ഉപേക്ഷിച്ച ദൈവത്തെ ഉപേക്ഷിച്ച ദൈവാലയത്തെ ഉപേക്ഷിച്ച ആ യഹൂദ ജനങ്ങൾക്കുണ്ടായ ആ വലിയ ന്യായവിധി ഞങ്ങൾ കേൾക്കുകയായിരുന്നു കർത്താവെ. ആ 70 ആഴ്ചപ്പെട്ട കർത്താവെ അത് യഹൂദ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ
വേദോത്സവത്തിൽ തന്നെ കർത്താവെ ഏറ്റവും വലിയ കറുത്ത ആളുകളായിട്ട് ഞങ്ങളെ കാണുകയാണ്. എങ്കിലും അവിടെ കർത്താവെ ഒരു ആൾ ദൈവത്തിന്റെ പ്രസംഗത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് വന്ന ഒരു ദാനിയേലിനെ തന്റെ ജനത്തിനു വേണ്ടി താൻ ഏറ്റു പറയുന്ന രംഗമൊക്കെ കർത്താവെ ആ ദാനിയേലിന്റെ ആ പ്രാർത്ഥനയെ ഓർക്കുവാൻ തന്റെ ദീർഘമായ പ്രാർത്ഥന, രഹസ്യമായിട്ടുള്ള തന്റെ ആ ദീർഘമായ പ്രാർത്ഥനയെ പറ്റി ഞങ്ങൾ വളരെയധികം കേൾക്കുവാൻ വചനത്തിൽ കൂടുതലായി വചനത്തെ അപഗ്രഹിച്ച് പഠിക്കുന്ന ആ ദാനിയേലിന്റെ വചന ധ്യാനത്തെ കുറിച്ച് ഞങ്ങൾ കേൾക്കുവാൻ കർത്താവ് ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കർത്താവ് ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള പാഠമുണ്ടല്ലോ. ഞങ്ങൾക്ക് ദൈവത്തിന് മുമ്പിൽ എത്രത്തോളം ആയിരിക്കുന്നു, ദൈവത്തോട് ഞങ്ങൾ കർത്താവെ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും കർത്താവെ ദാനിയേലിനെ പോലെയാണോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളുടെ പ്രാർത്ഥന പലപ്പോഴും ഞങ്ങളുടേതായ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതോ കർത്താവ് ആത്മീയമായ ആ നിലയ്ക്ക് വർധനവിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? ദാനിയേലിന്റെ പ്രാർത്ഥന ഞങ്ങൾ കേൾക്കുവാനായിട്ട് തന്റെ ആ സുദീർഘമായ പ്രാർത്ഥന ആത്മീയമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആ ദൈവജനത്തിന്റെ അതേ അനുഭവിക്കേണ്ടതായിട്ടുള്ള ആ നന്മയോർക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് കർത്താവെ പ്രിയ ദൈവവാസൻ കൂടെ വചനം ഞങ്ങൾ കേൾക്കുവാനിടയായി. പാപം ചെയ്ത് പ്രവാസത്തിലേക്ക് പോയ ആ ഇസ്രായേൽ ജനത്തിന്റെ ആ വലിയ കരുത്ത നാളുകൾ ഞങ്ങൾ കർത്താവെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഞങ്ങളുടെ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ഞങ്ങൾക്കൊരു വലിയ സാഹചര്യം അവിടെ നൽകി. കർത്താവിനെ രക്ഷിതാവായി ദൈവമക്കളായി തീരുവാൻ ഞങ്ങൾക്കിടയായി. എന്നാൽ ഈ നാളുകളിൽ ഞങ്ങൾ ഏത് രീതിയിലായിരിക്കുന്നു എന്നുള്ള കർത്താവെ ഞങ്ങളെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് ചെയ്യുവാനായിട്ടിടയാണ്. അധികാരമായിരിക്കുക അവിടുത്തെ കർത്താവെ വരവേറ്റുമണിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വേണ്ട രീതിയിലുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ടോ എന്ന് കർത്താവെ ഞങ്ങളെ തന്നെ ചോദന ചെയ്തുകൊണ്ട് കർത്താവിന്റെ നാമം ഉയർത്തിക്കാട്ടിക്കൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോട് ജീവിപ്പാൻ പ്രതീക്ഷയോട് ജീവിപ്പാൻ ഞങ്ങൾക്കിടയായി. ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും കാണുമ്പോൾ നിങ്ങളുടെ കർത്താവിന്റെ വരവേറ്റ് പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്താവെ മനസ്സിലാക്കിയിരിക്കുന്നത്. എങ്കിലും പലപ്പോഴും ഞങ്ങളുടെ കർത്താവ് വിശ്വാസം അതിൽ നിന്നൊക്കെ മാറി കർത്താവെ ലോകത്തിന്റെ പുറമെ മോഹത്തായ രംഗങ്ങളൊക്കെ ഞങ്ങളെ തന്നെ ചോദ്യം ചെയ്ത് ഈ കാലത്ത് കർത്താവെ ഞങ്ങൾ ഏത് വിധമായിരിക്കുന്നു, ദൈവത്തോടുള്ള ഞങ്ങളുടെ ബന്ധം എപ്രകാരമായിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് ചെയ്യുവാൻ കർത്താവ് ഈശ്വരായി. ദൈവദാസം കൂടുതലായി സ്തോത്രം ഈ നിലയിൽ കർത്താവ് ഇവിടെ പ്രഘോഷിക്കുവാണ്ട് കൊണ്ടും ദൈവദാസനെ ഇടയാക്കിയതായി കടന്നുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഈ പരപത്രത്തിന്റെ ജില്ലയുടെ വിഭാഗങ്ങളായിരിക്കുന്നു പ്രിയപ്പെട്ടവരൊക്കെയും സമയത്തിന് കർത്താവെ ഇങ്ങനെയുള്ള പ്രതികൂലമായ സാഹചര്യത്തിലും കർത്താവെ ഞങ്ങൾ ഉദ്ദേശിച്ചതിനും കൂടുതലായിട്ട് ഇതിലേക്ക് കടന്നു വരുവാൻ കൊണ്ടിടയാക്കിയതായി തുടർന്ന് നാളെയും മറ്റന്നാളൊക്കെ നടക്കുന്ന ക്ലാസുകളെ അവിടെ എനിക്കിരിക്കുന്ന ഇത്രത്തോളം ഞങ്ങളോട് കാണിച്ച എല്ലാവരുടെ ഉപകാരക്കായി കർത്താവ് ഈ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായി എല്ലാ കാര്യങ്ങളായിട്ട് മാനവും മോക്ഷത്തിൽ വേദിയോടെ നിർത്താറും ഞങ്ങൾക്കായി ജീവനെ സ്വന്തം ഞങ്ങളുടെ രക്ഷകന്റെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ വിലയിലെ നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പിതാവായ ശ്രീകൃഷ്ണന്റെ കൃപയും ആശംസിപ്പടി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും പരിപാലനവും നാം ഏവരും കൂടിയും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനും പേരും പ്രത്യേകിച്ച് പലരും സംസാരിച്ച ദാസം പേരും അവിടുത്തെ പലപ്പോഴും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.